ചൈത്രമാസത്തിലെ 1-ാം തീയതി ഗ്രിഗോറിയൻ കലണ്ടറിലെ ഏത് തീയതിയുമായാണ് ഒരുമിച്ച് വരുന്നത്? മാർച്ച് 22, അതിവർഷത്തിൽ മാർച്ച് 21. ഇന്ത്യൻ ദേശീയ കലണ്ടറായ ശകവർഷത്തിലെ ആദ്യ ദിവസമായ ചൈത്ര 1, സാധാരണയായി മാർച്ച് 22-നും അതിവർഷങ്ങളിൽ മാർച്ച് 21-നുമാണ് വരുന്നത്. ഇത് വസന്തവിഷുവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയിൽ ആദ്യമായി ചിക്കുൻഗുനിയ റിപ്പോർട്ട് ചെയ്തത് എവിടെ? കൊൽക്കത്ത. 1963-ൽ കൊൽക്കത്തയിലാണ് ഇന്ത്യയിൽ ആദ്യമായി ചിക്കുൻഗുനിയ രോഗം റിപ്പോർട്ട് ചെയ്തത്. കൊതുകു പരത്തുന്ന ഈ വൈറസ് രോഗം പിന്നീട് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും വ്യാപിച്ചു. രാജീവ് ഗാന്ധി വധിക്കപ്പെട്ട സ്ഥലം ഏത്? ശ്രീപെരുമ്പുത്തൂർ. 1991 മെയ് 21-ന് തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പുതത്തൂരിൽ വെച്ചാണ് മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ഒരു ചാവേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു കറുത്ത അധ്യായമാണ്. ഏതിന്റെ കവാടമാണ് അലൈ ദർവാസ്? കുത്തബ് മിനാർ സമുച്ചയം. ദില്ലിയിലെ കുത്തബ് മിനാർ സമുച്ചയത്തിന്റെ തെക്കേ കവാടമാണ് അലൈ ദർവാസ്. അലാവുദ്ദീൻ ഖിൽജി ഇത് നിർമ്മിച്ചത് മുഗൾ വാസ്തുവിദ്യയുടെ മനോഹാരിതയ്ക്ക് ഉദാഹരണമാണ്. ഇന്ത്യയിൽ ആദ്യമായി അണുവിസ്ഫോടനം നടത്തിയ സ്ഥലം ഏത്? പൊക്രാൻ. 1974 മെയ് 18-ന് രാജസ്ഥാനിലെ പൊക്രാനിലാണ് ഇന്ത്യ ആദ്യമായി ഒരു ആണവ പരീക്ഷണം നടത്തിയത്. ഇത് ചിരിക്കുന്ന ബുദ്ധൻ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. അടിമവംശത്തിലെ അവസാന സുൽത്താൻ ആര്? കൈക്കുബാദ്. ദില്ലി സുൽത്താനായിരുന്ന കൈക്കുബാദ് അടിമവംശത്തിലെ അവസാന ഭരണാധികാരിയായിരുന്നു. അദ്ദേഹത്തിന്റെ മരണത്തോടെ ഖിൽജി വംശം അധികാരത്തിൽ വന്നു. മുഹമ്മദ് നബിയുടേതെന്നു കരുതപ്പെടുന്ന മുടി സൂക്ഷിച്ചിരിക്കുന്ന കാശ്മീരിലെ പള്ളിയേത്? ഹസ്രത്ബാൽ പള്ളി. ശ്രീനഗറിലെ ദാൽ തടാകത്തിന്റെ തീരത്തുള്ള ഹസ്രത്ബാൽ പള്ളി മുഹമ്മദ് നബിയുടെ വിശുദ്ധ കേശാവശിഷ്ടം സൂക്ഷിക്കുന്നതിലൂടെ പ്രശസ്തമാണ്. ഇസ്ലാം മത വിശ്വാസികൾക്ക് ഇത് ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ്. നെപ്പോളിയനെ പരാജയപ്പെടുത്തിയ ബ്രിട്ടന്റെ സേനാധിപനാര്? വെല്ലിംഗൺ. 1815-ലെ വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയൻ ബോണപാർട്ടിനെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപനായിരുന്നു ഡ്യൂക്ക് ഓഫ് വെല്ലിംഗൺ. ഈ വിജയം നെപ്പോളിയൻ യുദ്ധങ്ങൾക്ക് അന്ത്യം കുറിച്ചു. പെനിസിലിൻ കണ്ടുപിടിച്ചത് ആര്? അലക്സാണ്ടർ ഫ്ലെമിംഗ്. സ്കോട്ടിഷ് ശാസ്ത്രജ്ഞനായ അലക്സാണ്ടർ ഫ്ലെമിംഗ് 1928-ൽ പെനിസിലിൻ കണ്ടെത്തി. ഇത് ആദ്യത്തെ ആന്റിബയോട്ടിക്കുകളിൽ ഒന്നാണ്. വൈദ്യശാസ്ത്ര രംഗത്ത് ഒരു വിപ്ലവം സൃഷ്ടിച്ചു. ഏറ്റവും സമീപകൃതമായ ആഹാരമായി അറിയപ്പെടുന്നത് എന്ത്? പാൽ. പാൽ ഒരു സമ്പൂർണ്ണ ആഹാരമായി കണക്കാക്കപ്പെടുന്നു. കാരണം ഇതിൽ പ്രോട്ടീനുകൾ, കാൽസ്യം, വിറ്റാമിനുകൾ തുടങ്ങിയ എല്ലാ അവശ്യ പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട്. ശിശുക്കൾക്ക് ഇത് പ്രധാന പോഷക സ്രോതസ്സാണ്. ഇന്ത്യയിൽ ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ഏജൻസി ഏത്? സർവേ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ദേശീയ മാപ്പിംഗ് ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ. രാജ്യത്തിന്റെ ഭൂമിശാസ്ത്രപരമായ വിവരങ്ങൾ ശേഖരിക്കുന്നതിനും ഭൂപടങ്ങൾ തയ്യാറാക്കുന്നതിനും ഇത് ഉത്തരവാദിയാണ്. ഏറ്റവും ചൂട് കൂടിയ ഭൂഖണ്ഡം ഏത്? ആഫ്രിക്ക. ഭൂമധ്യരേഖയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്നതിനാൽ ആഫ്രിക്ക ഭൂഖണ്ഡത്തിൽ പൊതുവെ ഉയർന്ന താപനിലയാണ് അനുഭവപ്പെടുന്നത്. സഹാറ മരുഭൂമി പോലുള്ള പ്രദേശങ്ങൾ ഇതിന് ഉദാഹരണമാണ്. ക്രിസ്തുഭാഗവതം രചിച്ചത് ആര്? PC ദേവസ്യ. മലയാളത്തിലെ പ്രശസ്ത കവിയായിരുന്ന PC ദേവസ്യ മഹാകാവ്യമായ ക്രിസ്തുഭാഗവതം രചിച്ചു. ഇത് ക്രിസ്തീയ പശ്ചാത്തലത്തിലുള്ള ഒരു പ്രധാന സാഹിത്യകൃതിയാണ്. ഏറ്റവും ചെറിയ സസ്തനി ഏത്? ഹംബിൾ ബീ ബാറ്റ്. ലോകത്തിലെ ഏറ്റവും ചെറിയ സസ്തനിയാണ് ഹംബിൾ ബീ ബാറ്റ്, ക്രെസനെക്ടറൈസ് തങ്ലോങ്യായ്. ഇത് തെക്കുകിഴക്കൻ ഏഷ്യയിൽ കാണപ്പെടുന്നു. ഭാരം 2 ഗ്രാം മാത്രമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അസംബ്ലി, ലെജിസ്ലേറ്റീവ് കൗൺസിൽ, ലോക്സഭ, രാജ്യസഭാ സീറ്റുകളുള്ള സംസ്ഥാനം ഏത്? ഉത്തർപ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനമായ ഉത്തർപ്രദേശിന് പാർലമെന്റിലും നിയമസഭകളിലും ഏറ്റവും കൂടുതൽ സീറ്റുകളുണ്ട്. ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അതിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. ഏറ്റവും ചൂട് കുറഞ്ഞ ഭൂഖണ്ഡം ഏത്?
അന്റാർട്ടിക്ക. ഭൂമിയിലെ ഏറ്റവും തണുപ്പുള്ള ഭൂഖണ്ഡമാണ് അന്റാർട്ടിക്ക. മഞ്ഞുമൂടിയ ഈ പ്രദേശം ശരാശരി -57°C താപനില രേഖപ്പെടുത്തുന്നു. ഏത് രാജാവിന്റെ കാലത്താണ് ബുദ്ധമതം നേപ്പാളിൽ പ്രചരിച്ചത്? അശോകൻ. മൗര്യ ചക്രവർത്തി അശോകന്റെ ഭരണകാലത്ത് ബുദ്ധമതം നേപ്പാൾ ഉൾപ്പെടെയുള്ള നിരവധി പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചു. ബുദ്ധമത പ്രചാരണത്തിനായി അദ്ദേഹം ദൗത്യസംഘങ്ങളെ അയച്ചിരുന്നു. മുഖ്യമന്ത്രിയായ ശേഷം പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തി ആര്? മൊറാർജി ദേശായി. ബോംബെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന മൊറാർജി ദേശായി പിന്നീട് ഇന്ത്യയുടെ 4ാമത്തെ പ്രധാനമന്ത്രിയായി. മുഖ്യമന്ത്രി പദവി വഹിച്ച ശേഷം പ്രധാനമന്ത്രിയാകുന്ന ആദ്യത്തെ വ്യക്തിയാണ് അദ്ദേഹം. ഏറ്റവും സാധാരണമായ വൈറസ് രോഗം? ജലദോഷം. മനുഷ്യരിൽ ഏറ്റവും സാധാരണയായി കാണുന്ന വൈറസ് രോഗമാണ് ജലദോഷം. റിനോവൈറസ്, കൊറോണ വൈറസ് തുടങ്ങിയ നിരവധി വൈറസുകളാണ് ഇതിന് കാരണം. ഇത് പ്രധാനമായും ശ്വാസകോശ വ്യവസ്ഥയെ ബാധിക്കുന്നു. സമ്മതിയുടെ നിർമ്മാണം എന്ന സമീപനത്തെക്കുറിച്ച് വിശദീകരിച്ച ആധുനിക ചിന്തകനാര്? നോം ചോംസ്കി. അമേരിക്കൻ ഭാഷാശാസ്ത്രജ്ഞനും രാഷ്ട്രീയ വിമർശകനുമായ നോം ചോംസ്കി മാനുഫാക്ചറിംഗ് കൺസെന്റ് എന്ന ആശയം അവതരിപ്പിച്ചു. മാധ്യമങ്ങൾ എങ്ങനെയാണ് പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്നതെന്ന് ഇത് വിശദീകരിക്കുന്നു. നോബൽ പുരസ്കാരം സമ്മാനിക്കുന്ന രാജ്യം ഏത്? സ്വീഡൻ. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നോർവേയിലും മറ്റ് നോബൽ സമ്മാനങ്ങൾ സ്വീഡനിലെ വിവിധ സ്ഥാപനങ്ങളുമാണ് നൽകുന്നത്. ആൽഫ്രഡ് നോബലിന്റെ ഓർമ്മയ്ക്കായി ഇത് എല്ലാ വർഷവും സമ്മാനിക്കുന്നു. ഏറ്റവും സ്ഥിരത കൂടിയ മൂലകം ഏത്? ലെഡ്. ലെഡ്, കറുത്തീയം, ഒരു രാസവസ്തു എന്ന നിലയിൽ വളരെ സ്ഥിരതയുള്ള ഒരു മൂലകമാണ്. ഇത് റേഡിയോ ആക്റ്റീവ് വിഘടനത്തിന്റെ അവസാന ഉൽപ്പന്നമാണ്. ഏത് രാജ്യക്കാരാണ് പുരുഷന്മാരുടെ പേരിനു മുന്നിൽ യു എന്ന് ചേർക്കുന്നത്? മ്യാൻമാർ. മ്യാൻമാറിലെ പുരുഷന്മാരുടെ പേരിനു മുന്നിൽ യു എന്ന ബഹുമാനസൂചകമായ പദം ചേർക്കാറുണ്ട്. സർ അല്ലെങ്കിൽ മിസ്റ്റർ എന്നതിന് തുല്യമാണിത്. കടുക്ക, താന്നിക്ക, നെല്ലിക്ക ഇവ മൂന്നിനും കൂടിയുള്ള പേരെന്ത്? ത്രിഫല. ആയുർവേദത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു കൂട്ടാണ് ത്രിഫല. ഈ 3 ഔഷധസസ്യങ്ങൾക്കും പലതരം രോഗങ്ങളെ ശമിപ്പിക്കാനുള്ള കഴിവുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഏറ്റവും ജനസാന്ദ്രത കൂടിയ ഏഷ്യൻ രാജ്യം ഏത്? സിംഗപ്പൂർ. തെക്കുകിഴക്കൻ ഏഷ്യയിലെ ഒരു നഗരരാഷ്ട്രമായ സിംഗപ്പൂർ ലോകത്തിലെ ഏറ്റവും ജനസാന്ദ്രത കൂടിയ രാജ്യങ്ങളിലൊന്നാണ്. ചെറിയ ഭൂപ്രദേശത്ത് വലിയ ജനസംഖ്യ ഇവിടെയുണ്ട്. ജയിലിൽ 9 ആഴ്ച നിരാഹാരമനുഷ്ഠിച്ച് മരണമടഞ്ഞ സ്വാതന്ത്ര്യസമര സേനാനി? ജതീന്ദ്രനാഥ് ദാസ്. 1929-ൽ ഭഗത് സിംഗിനും കൂട്ടർക്കുമൊപ്പം അറസ്റ്റിലായ ജതീന്ദ്രനാഥ് ദാസ് രാഷ്ട്രീയ തടവുകാർക്ക് മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ആവശ്യപ്പെട്ട് 63 ദിവസത്തെ നിരാഹാര സമരം നടത്തി. 1929 സെപ്റ്റംബർ 13-ന് ലാഹോർ സെൻട്രൽ ജയിലിൽ വെച്ച് അദ്ദേഹം മരണമടഞ്ഞു. കേരളത്തിൽ ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ ജില്ല? ഇടുക്കി. 2011-ലെ സെൻസസ് പ്രകാരം കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ ജില്ലയാണ് ഇടുക്കി. ചതുരശ്ര കിലോമീറ്ററിൽ 254 പേർ മാത്രമാണ് ഇവിടെ താമസിക്കുന്നത്. ജയദേവൻ ആരുടെ സദസ്യനായിരുന്നു? ലക്ഷ്മണസേനൻ. ഗീതഗോവിന്ദം എന്ന പ്രശസ്ത കാവ്യം രചിച്ച സംസ്കൃത കവിയായ ജയദേവൻ ബംഗാളിലെ സേനവംശത്തിലെ രാജാവായിരുന്ന ലക്ഷ്മണസേനന്റെ ആസ്ഥാന കവികളിൽ ഒരാളായിരുന്നു. അദ്ദേഹത്തിന്റെ സദസ്സ് പണ്ഡിതന്മാരാൽ നിറഞ്ഞിരുന്നു. ഉരുളുന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത്? യുറാനസ്. യുറാനസ് അതിന്റെ അച്ചുതണ്ടിൽ ഏകദേശം 98 ഡിഗ്രി ചരിഞ്ഞാണ് സൂര്യനെ ചുറ്റുന്നത്. അതിനാൽ ഇത് ഒരു വശത്തുനിന്ന് ഉരുളുന്നതായി തോന്നുന്നു. അതുകൊണ്ടാണ് ഇതിനെ ഉരുളുന്ന ഗ്രഹം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇന്ത്യയിലെ ധാതു പര്യവേക്ഷണത്തിന് ചുമതലപ്പെടുത്തിയിട്ടുള്ള സർക്കാർ സ്ഥാപനം? ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. 1851-ൽ സ്ഥാപിതമായ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ GSI ഖനനം, ഭൂമിശാസ്ത്രപരമായ സർവേകൾ, ധാതു പര്യവേക്ഷണം എന്നിവയ്ക്ക് ഉത്തരവാദിത്വപ്പെട്ട പ്രധാനപ്പെട്ട സ്ഥാപനമാണ്. രാജ്യത്തിന്റെ ഭൂമിശാസ്ത്രപരമായ വിവരങ്ങൾ ശേഖരിക്കുന്നതിൽ അവർ മുഖ്യ പങ്ക് വഹിക്കുന്നു.
ഏറ്റവും ജനസാന്ദ്രത കൂടിയ ദ്വീപ് രാഷ്ട്രം സിംഗപ്പൂർ. തെക്കുകിഴക്കൻ ഏഷ്യയിലെ ഒരു ദ്വീപ് രാഷ്ട്രമായ സിംഗപ്പൂർ അതിന്റെ കുറഞ്ഞ ഭൂമിശാസ്ത്രപരമായ വിസ്തീർണത്തിൽ വലിയ ജനസംഖ്യയെ ഉൾക്കൊള്ളുന്നു. ഇത് ലോകത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള രാജ്യങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ഏത് രാജ്യക്കാരാണ് തങ്ങളുടെ രാജ്യത്തെ ഡ്രൂക്ക്യുൽ എന്ന് വിളിക്കുന്നത്? ഭൂട്ടാൻ. ഇടിമിന്നലിന്റെ നാട് എന്ന് അർത്ഥം വരുന്ന ഡ്രൂക്ക്യുൽ എന്നാണ് ഭൂട്ടാൻ ജനത തങ്ങളുടെ രാജ്യത്തെ വിശേഷിപ്പിക്കുന്നത്. ഹിമാലയൻ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നതുകൊണ്ടും ഇടിമിന്നൽ സാധാരണമായതുകൊണ്ടുമാണ് ഈ പേര് ലഭിച്ചത്. ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം സിക്കിം. 2011 സെൻസസ് പ്രകാരം ഏകദേശം 6 ലക്ഷം ജനസംഖ്യയുള്ള സിക്കിം ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള സംസ്ഥാനമാണ്. ഹിമാലയൻ മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ സംസ്ഥാനമാണിത്. ക്രോയിറ്റ്സ്ഫെൽഡ് ജേക്കബ് രോഗത്തിന്റെ മറ്റൊരു പേര് ഭ്രാന്തിപ്പശു രോഗം. ക്രോയിറ്റ്സ്ഫെൽഡ് ജേക്കബ് രോഗം CJD മനുഷ്യരിൽ പ്രിയോൺസ് കാരണമുണ്ടാകുന്ന ഒരു മാരകമായ ന്യൂറോ ഡിജനറേറ്റീവ് രോഗമാണ്. കന്നുകാലികളിൽ ഇത് ബോവൈൻ സ്പോഞ്ചിഫോം എൻസെഫലോപ്പതി BSE അഥവാ ഭ്രാന്തിപ്പശു രോഗം എന്നറിയപ്പെടുന്നു. ഏറ്റവും ചെറിയ മസ്തിഷ്കമുള്ള പ്രൈമേറ്റ് മൗസ് ലീമർ. മൗസ് ലീമറുകൾ ലോകത്തിലെ ഏറ്റവും ചെറിയ പ്രൈമേറ്റുകളാണ്. ഇവ പ്രധാനമായും മഡഗാസ്കറിലാണ് കാണപ്പെടുന്നത്. ഇവയുടെ തലച്ചോറ് വളരെ ചെറുതാണെങ്കിലും അവയ്ക്ക് സങ്കീർണമായ സാമൂഹികവും വേട്ടയാടൽ കഴിവുകളുമുണ്ട്. ഖജുരാഹോ ക്ഷേത്രങ്ങൾ ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശ്. മധ്യപ്രദേശിലെ ഛതർപൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഖജുരാഹോ ക്ഷേത്രങ്ങൾ മധ്യകാലഘട്ടത്തിലെ ചന്ദേല രാജവംശത്താൽ നിർമ്മിക്കപ്പെട്ടതാണ്. ഇവ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടതാണ്. ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിലുള്ള സംസ്ഥാന തലസ്ഥാനം 2205 മീറ്റർ. ഷിംല. ഹിമാചൽ പ്രദേശിന്റെ തലസ്ഥാനമായ ഷിംല സമുദ്രനിരപ്പിൽ നിന്ന് 2205 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഇത് ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള സംസ്ഥാന തലസ്ഥാനങ്ങളിൽ ഒന്നാണ്. ഏറ്റവും ജനസംഖ്യ കൂടിയ കോമൺവെൽത്ത് അംഗരാജ്യം ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യവും രണ്ടാമത്തെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യവുമാണ് ഇന്ത്യ. കോമൺവെൽത്ത് ഓഫ് നേഷൻസിലെ അംഗരാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഇന്ത്യക്കാണ്. വിക്ടോറിയ മെമ്മോറിയൽ എവിടെയാണ്? കൊൽക്കത്ത. കൊൽക്കത്തയിൽ സ്ഥിതി ചെയ്യുന്ന വിക്ടോറിയ മെമ്മോറിയൽ ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനമായിരുന്ന കൊൽക്കത്തയിൽ രാജ്ഞി വിക്ടോറിയയുടെ സ്മരണയ്ക്കായി നിർമ്മിച്ച ഒരു വലിയ മാർബിൾ കെട്ടിടമാണ്. ഒരു മ്യൂസിയമായും വിനോദസഞ്ചാര കേന്ദ്രമായും ഇത് പ്രവർത്തിക്കുന്നു. എല്ലാവർക്കും നൽകാവുന്ന രക്തഗ്രൂപ്പ് യൂണിവേഴ്സൽ ഡോണർ. O നെഗറ്റീവ് ഗ്രൂപ്പ്. O നെഗറ്റീവ് രക്തഗ്രൂപ്പിന് ആന്റിജൻ ഇല്ലാത്തതിനാൽ ഇത് സാർവത്രിക ദാതാവായി കണക്കാക്കപ്പെടുന്നു. അടിയന്തര സാഹചര്യങ്ങളിൽ ഏത് രക്തഗ്രൂപ്പുള്ള വ്യക്തിക്കും ഇത് നൽകാം. കിഴക്കിന്റെ സ്കോട്ട്ലൻഡ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം മേഘാലയ. മനോഹരമായ കുന്നുകൾ, വെള്ളച്ചാട്ടങ്ങൾ, തടാകങ്ങൾ, പച്ചപ്പ് നിറഞ്ഞ താഴ്വരകൾ എന്നിവയാൽ സമ്പന്നമായ മേഘാലയയെ അതിന്റെ പ്രകൃതി സൗന്ദര്യം കാരണം കിഴക്കിന്റെ സ്കോട്ട്ലൻഡ് എന്ന് വിശേഷിപ്പിക്കുന്നു. ഇത് ഇന്ത്യയിലെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലൊന്നാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേയറ്റം കന്യാകുമാരി. തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന കന്യാകുമാരി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഏറ്റവും തെക്കേ അറ്റമാണ്. ഇത് ബംഗാൾ ഉൾക്കടൽ, അറബിക്കടൽ, ഇന്ത്യൻ മഹാസമുദ്രം എന്നിവ സംഗമിക്കുന്ന സ്ഥലമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കപ്പൽ നിർമ്മാണശാല വിശാഖപട്ടണം. 1941 സിന്ധ്യ സ്റ്റീം നാവിഗേഷൻ കമ്പനിയാൽ വിശാഖപട്ടണത്ത് സ്ഥാപിതമായ ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ആധുനിക കപ്പൽ നിർമ്മാണശാല. ഇത് പിന്നീട് സർക്കാർ ഉടമസ്ഥതയിലാക്കി. വിശുദ്ധ പർവ്വതം എന്നറിയപ്പെടുന്നത് ഫ്യൂജിയാമ. ജപ്പാനിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമായ മൗണ്ട് ഫ്യൂജി ജപ്പാനിലെ ജനങ്ങൾക്ക് പുണ്യവും ആരാധനാപാത്രവുമാണ്. ഇത് യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റ് കൂടിയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജില്ല പാലക്കാട്.
പാലക്കാട് ചുരം കാരണം പശ്ചിമഘട്ടത്തിന്റെ മഴനിഴൽ പ്രദേശത്തു വരുന്നതുകൊണ്ട് ഈ ജില്ലയിൽ താരതമ്യേന ചൂട് കൂടുതലാണ്. ഉയർന്ന താപനില ഇവിടെ സാധാരണമാണ്, പ്രത്യേകിച്ച് വേനൽക്കാലത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ കൽക്കരി ഖനി റാണിഗഞ്ച്. പശ്ചിമ ബംഗാളിലെ റാണിഗഞ്ച് ഇന്ത്യയിലെ ആദ്യത്തെ കൽക്കരി ഖനിയാണ്. 1774 ജോൺ സമ്മിന്റും എസ്.ജി. ഹിറ്റ്ലിയും ചേർന്നാണ് ഈ ഖനി കണ്ടെത്തിയത്. ഏറ്റവും വേഗത്തിൽ നീന്തുന്ന പക്ഷി പെൻഗ്വിൻ. പറക്കാൻ കഴിവില്ലാത്ത പക്ഷിയായ പെൻഗ്വിൻ വെള്ളത്തിനടിയിൽ വളരെ വേഗത്തിൽ നീന്താൻ കഴിവുള്ളവയാണ്. അവയുടെ ചിറകുകൾ ഫ്ലിപ്പറുകളായി രൂപാന്തരപ്പെട്ടിരിക്കുന്നു, ഇത് അവയെ വേഗത്തിൽ നീന്താൻ സഹായിക്കുന്നു. ഏറ്റവും തെക്കേയറ്റത്തെ വൻകര അന്റാർട്ടിക്ക. ഭൂമിയുടെ ഏറ്റവും തെക്കേ ധ്രുവത്തിൽ സ്ഥിതി ചെയ്യുന്ന വൻകരയാണ് അന്റാർട്ടിക്ക. ലോകത്തിലെ ഏറ്റവും തണുപ്പുള്ളതും വരണ്ടതുമായ പ്രദേശമാണിത്. ഘ്രാണശക്തി ഏറ്റവും കൂടുതലുള്ള ജീവി സ്രാവ്. സ്രാവുകൾക്ക് വളരെ മികച്ച ഘ്രാണശക്തിയുണ്ട്. വെള്ളത്തിൽ വളരെ ചെറിയ അളവിലുള്ള രക്തത്തിന്റെയോ മറ്റ് രാസവസ്തുക്കളുടെയോ സാന്നിധ്യം പോലും ഇവയ്ക്ക് മണത്തറിയാൻ സാധിക്കും. ഇന്ത്യയിൽ ആദ്യമായി 4 വരി എക്സ്പ്രസ് വേ നിലവിൽ വന്ന സംസ്ഥാനം ഗുജറാത്ത്. രാജ്യത്തെ ആധുനിക റോഡ് ശൃംഖല വികസിപ്പിക്കുന്നതിൽ ഗുജറാത്ത് മുൻപന്തിയിലായിരുന്നു. അഹമ്മദാബാദ് വഡോദര എക്സ്പ്രസ് വേ ഇന്ത്യയിലെ ആദ്യത്തെ 4 വരി എക്സ്പ്രസ് വേകളിൽ ഒന്നാണ്. ട്രാൻസിസ്റ്ററുകളും ഐസിയും ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സെമികണ്ടക്ടർ ജർമേനിയം. ജർമേനിയം സിലിക്കൺ പോലെ ഒരു അർദ്ധചാലകമാണ്. ആദ്യകാല ട്രാൻസിസ്റ്ററുകളിലും മറ്റ് ഇലക്ട്രോണിക് ഘടകങ്ങളിലും ഇത് വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതാരാണ്? വാഗ്ഭടാനന്ദൻ. 1917 വാഗ്ഭടാനന്ദൻ സ്ഥാപിച്ച ആത്മവിദ്യാസംഘം സമൂഹത്തിൽ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പോരാടാനും ഏകദൈവ വിശ്വാസം പ്രചരിപ്പിക്കാനും വേണ്ടി പ്രവർത്തിച്ചു. ഇത് കേരളത്തിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾക്ക് വലിയ സംഭാവന നൽകി. ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യത്തെ ഭാരതീയൻ ദാദാഭായ് നവറോജി. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന ദാദാഭായ് നവറോജി 1892 ബ്രിട്ടീഷ് ഹൌസ് ഓഫ് കോമൺസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ലിബറൽ പാർട്ടി അംഗമായാണ് അദ്ദേഹം ഫിൻസ്ബറി സെൻട്രൽ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത്. ഏത് രാജവംശത്തിലെ ഏറ്റവും പ്രഗത്ഭനായ രാജാവായിരുന്നു രുദ്രദാമാവ്? ശകവംശം. ശകവംശത്തിലെ പ്രശസ്തനായ ഭരണാധികാരിയായിരുന്നു 1-ാം രുദ്രദാമാവ്. പശ്ചിമ ക്ഷത്രപരുടെ ഏറ്റവും ശക്തനായ ഭരണാധികാരികളിൽ ഒരാളായി അദ്ദേഹം കണക്കാക്കപ്പെടുന്നു. കർണാടകത്തിലെ ഏറ്റവും വലിയ നഗരം ബംഗളൂരു. കർണാടക സംസ്ഥാനത്തിന്റെ തലസ്ഥാനമായ ബംഗളൂരു ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഐ.ടി. ഹബ്ബുകളിൽ ഒന്നാണ്. ഇത് ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്നും അറിയപ്പെടുന്നു. ഗാന്ധിജി എവിടെ വെച്ചാണ് ആദ്യമായി സത്യാഗ്രഹം അനുഷ്ഠിച്ചത്? ദക്ഷിണാഫ്രിക്ക. വർണ്ണവിവേചനത്തിനെതിരെ പോരാടുന്നതിനായി ഗാന്ധിജി 1906 ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ആദ്യമായി സത്യാഗ്രഹം അനുഷ്ഠിച്ചു. ഇത് പിന്നീട് ഇന്ത്യയിലെ സ്വാതന്ത്ര്യസമരങ്ങൾക്ക് പ്രചോദനമായി. കേരളത്തിലെ മുസ്ലിങ്ങളുടെ ആദ്യത്തെ സാമൂഹികക്ഷേമ സംഘടനയായ പൊന്നാനി ഊനത്തിൽ ഇസ്ലാം സഭ സ്ഥാപിക്കപ്പെട്ടത് ഏതു വർഷത്തിൽ? AD 1900. 1900 പൊന്നാനിയിൽ സ്ഥാപിതമായ ഊനത്തിൽ ഇസ്ലാം സഭ കേരളത്തിലെ മുസ്ലിം സമുദായത്തിൽ വിദ്യാഭ്യാസപരവും സാമൂഹികപരവുമായ ഉന്നമനം ലക്ഷ്യമിട്ട് പ്രവർത്തിച്ച ആദ്യകാല സംഘടനകളിൽ ഒന്നാണ്. ഇന്ത്യയിൽ ഡോക്ടേഴ്സ് ദിനമായി ജൂലൈ 1 ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? ഡോക്ടർ B.C. റോയ്. പ്രശസ്ത ഡോക്ടറും പശ്ചിമ ബംഗാളിന്റെ 2ാമത്തെ മുഖ്യമന്ത്രിയുമായിരുന്ന ഡോക്ടർ ബിധാൻ ചന്ദ്ര റോയിയുടെ ജന്മദിനവും ചരമദിനവുമാണ് ജൂലൈ 1. അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം ഈ ദിനം ഡോക്ടേഴ്സ് ദിനമായി ആചരിക്കുന്നു. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ആരായിരുന്നു? കേളപ്പൻ. ക്ഷേത്രപ്രവേശനത്തിനായി നടന്ന ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാക്കളിൽ ഒരാളായിരുന്നു കേളപ്പൻ. 1931 നടന്ന ഈ സത്യാഗ്രഹത്തിന്റെ ജനറൽ സെക്രട്ടറിയായും അദ്ദേഹം പ്രവർത്തിച്ചു. ആരുടെ ശിഷ്യനായിരുന്നു സൂരദാസ്? വല്ലഭാചാര്യ.
ഭക്തിപ്രസ്ഥാനത്തിലെ പ്രമുഖ കവികളിൽ ഒരാളായ സൂരദാസ് പുഷ്ടിമാർഗം സ്ഥാപകൻ വല്ലഭാചാര്യന്റെ ശിഷ്യനായിരുന്നു. കൃഷ്ണഭക്തി കവിതകളിലൂടെയാണ് അദ്ദേഹം പ്രശസ്തനായത്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റൻ കെ ഗോപാലൻ. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പ്രധാന നേതാക്കളിൽ ഒരാളായിരുന്ന കെ ഗോപാലൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ വളണ്ടിയർ ക്യാപ്റ്റനായി പ്രവർത്തിച്ചു. അദ്ദേഹത്തെ പാവങ്ങളുടെ പടത്തലവൻ എന്നും അറിയപ്പെടുന്നു. കഥാസരിൽസാഗരം രചിച്ചത് സോമദേവൻ. സംസ്കൃതത്തിലെ പ്രശസ്തമായ കഥാസമാഹാരങ്ങളിൽ ഒന്നാണ് കഥാസരിൽസാഗരം. 11ാം നൂറ്റാണ്ടിൽ കാശ്മീരി ബ്രാഹ്മണനായ സോമദേവ ഭട്ടനാണ് ഇത് രചിച്ചത്. ഏത് രാജവംശത്തിലെ ഏറ്റവും പ്രസിദ്ധനായ രാജാവാണ് പുലികേശി രണ്ടാമൻ? ചാലൂക്യവംശം. ചാലൂക്യ രാജവംശത്തിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരിയായിരുന്നു പുലികേശി രണ്ടാമൻ. നർമ്മദാ നദീതീരത്ത് ഹർഷവർദ്ധനനെ തോൽപ്പിച്ചതിന് അദ്ദേഹം പ്രശസ്തനാണ്. കമ്പ്യൂട്ടറിന്റെ തൊട്ടുനോക്കാവുന്ന ഭാഗങ്ങളെല്ലാം ചേർത്ത് നൽകിയിരിക്കുന്ന ഭാഗത്തിന്റെ പേര്? ഹാർഡ്വെയർ. കമ്പ്യൂട്ടറിന്റെ ഭൗതിക ഘടകങ്ങളായ പ്രോസസർ, മെമ്മറി, കീബോർഡ്, മോണിറ്റർ തുടങ്ങിയവയെല്ലാം ഹാർഡ്വെയറിൽ ഉൾപ്പെടുന്നു. ഇവയെ സ്പർശിക്കാനും കാണാനും സാധിക്കും. ഗ്ലോക്കോമ എന്ന രോഗം ബാധിക്കുന്നത് കണ്ണിനെ. കണ്ണിനുള്ളിലെ മർദ്ദം കൂടുന്നത് കാരണം ഒപ്റ്റിക് നാഡിക്ക് കേടുപാടുകൾ സംഭവിക്കുന്ന ഒരു കൂട്ടം നേത്രരോഗങ്ങളാണ് ഗ്ലോക്കോമ. ഇത് ചികിത്സിച്ചില്ലെങ്കിൽ കാഴ്ച നഷ്ടപ്പെടാൻ ഇടയാക്കും. ഏത് കായൽ അറബിക്കടലുമായി യോജിക്കുന്നിടത്താണ് നീണ്ടകരാഴി? അഷ്ടമുടി കായൽ. കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന അഷ്ടമുടി കായൽ അറബിക്കടലുമായി ചേരുന്നിടത്താണ് നീണ്ടകരാഴി. ഇത് പ്രധാനപ്പെട്ട ഒരു മത്സ്യബന്ധന കേന്ദ്രമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ശാസ്ത്രനഗരം? കൊൽക്കത്ത. കൊൽക്കത്തയിലെ സയൻസ് സിറ്റി ഇന്ത്യയിലെ ആദ്യത്തെ ശാസ്ത്രനഗരമാണ്. ഇത് ശാസ്ത്ര വിഷയങ്ങളിൽ പൊതുജനങ്ങൾക്ക് അറിവ് നൽകുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും സഹായിക്കുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ഹൃദയമാറ്റ ശസ്ത്രക്രിയക്ക് നേതൃത്വം നൽകിയത് ഡോക്ടർ പി വേണുഗോപാൽ. 1994 ഓഗസ്റ്റ് 3 ന്യൂഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ എയിംസ് ഇന്ത്യയിലെ ആദ്യത്തെ വിജയകരമായ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടന്നു. ഡോക്ടർ പി വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ ശസ്ത്രക്രിയ നടത്തിയത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ഏക അമേരിക്കൻ പ്രസിഡന്റ്? വില്യം ഹോവാർഡ് ടാഫ്റ്റ്. വില്യം ഹോവാർഡ് ടാഫ്റ്റ് അമേരിക്കയുടെ 27ാമത്തെ പ്രസിഡന്റും പിന്നീട് US സുപ്രീം കോടതിയുടെ 10ാമത്തെ ചീഫ് ജസ്റ്റിസുമായും സേവനമനുഷ്ഠിച്ചു. അമേരിക്കൻ ചരിത്രത്തിലെ ഒരു അപൂർവ വ്യക്തിത്വമാണിത്. ജഹാംഗീർ ചക്രവർത്തി ഏതുപേരിലാണ് മുൻപ് അറിയപ്പെട്ടിരുന്നത്? സലീം. മുഗൾ ചക്രവർത്തിയായ ജഹാംഗീർ തന്റെ യഥാർത്ഥ നാമമായ സലീം എന്ന പേരിലാണ് ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത്. അക്ബറിന്റെ മൂത്തമകനായിരുന്ന അദ്ദേഹം 1605-ൽ സിംഹാസനാരോഹണം ചെയ്തു. ദബോൾ വൈദ്യുതി നിലയം ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലെ രത്നഗിരി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ദബോൾ വൈദ്യുതി നിലയം ഒരു വാതക അധിഷ്ഠിത താപവൈദ്യുത നിലയമാണ്. ഇത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഊർജ്ജ പദ്ധതികളിൽ ഒന്നാണ്. ലാ മാർസെയിലൈസ് ഏത് രാജ്യത്തിന്റെ ദേശീയ ഗാനമാണ്? ഫ്രാൻസ്. ഫ്രഞ്ച് വിപ്ലവകാലത്ത് രചിക്കപ്പെട്ട ലാ മാർസെയിലൈസ് ഫ്രാൻസിന്റെ ദേശീയ ഗാനമാണ്. ഇത് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ദേശീയ ഗാനങ്ങളിൽ ഒന്നാണ്. ചാരാർ-ഇ ഷരീഫ് പള്ളി ഏത് സംസ്ഥാനത്താണ്? ജമ്മു കാശ്മീർ. കാശ്മീരിലെ ബഡ്ഗാം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ചാരാർ-ഇ ഷരീഫ് ദർഗ സൂഫി സന്യാസിയായ ഷെയ്ഖ് നൂറുദ്ദീൻ നുരാനിയുടെ ശവകുടീരമാണ്. ഇതൊരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ്. ആരുടെ സ്മരണയ്ക്കായാണ് അംജദ് അലി ഖാൻ പ്രിയദർശിനി എന്ന രാഗം ചിട്ടപ്പെടുത്തിയത്? ഇന്ദിരാഗാന്ധി. പ്രശസ്ത സരോദ് മാന്ത്രികനായ അംജദ് അലി ഖാൻ ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ഓർമ്മയ്ക്കായി പ്രിയദർശിനി എന്ന രാഗം ചിട്ടപ്പെടുത്തി. ബണ്ടു ജനവിഭാഗം ഏതു ഭൂഖണ്ഡത്തിലാണ്? ആഫ്രിക്ക. ബണ്ടു ഭാഷകൾ സംസാരിക്കുന്ന നിരവധി ആഫ്രിക്കൻ വംശീയ വിഭാഗങ്ങളെ മൊത്തത്തിൽ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പദമാണ് ബണ്ടു.
മധ്യ, കിഴക്കൻ, തെക്കൻ ആഫ്രിക്ക എന്നിവിടങ്ങളിലാണ് ഇവർ പ്രധാനമായും താമസിക്കുന്നത്. തമിഴ് ദേശത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത് തിരുക്കുറൾ. പ്രാചീന തമിഴ് സാഹിത്യത്തിലെ ഒരു ശ്രേഷ്ഠ കൃതിയാണ് തിരുക്കുറൾ. ധാർമ്മികത, നീതി, സ്നേഹം എന്നിവയെക്കുറിച്ചുള്ള സൂക്തങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു. തമിഴ് ജനതയുടെ സംസ്കാരത്തിലും ജീവിതത്തിലും ഇതിന് വലിയ സ്വാധീനമുണ്ട്. കടവല്ലൂർ അന്യോന്യം ഏതു വിഭാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമ്പൂതിരിമാർ. വേദപഠനത്തിലും പാണ്ഡിത്യത്തിലും നമ്പൂതിരിമാർക്കിടയിൽ നടന്ന ഒരു സംവാദ മത്സരമാണ് കടവല്ലൂർ അന്യോന്യം. ഇത് കേരളത്തിലെ സാമൂഹിക വിദ്യാഭ്യാസ ചരിത്രത്തിലെ ഒരു പ്രധാന ഭാഗമാണ്. തലച്ചോറിനേക്കാൾ വലുപ്പമുള്ള കണ്ണുകളുള്ള പക്ഷി? ഒട്ടകപ്പക്ഷി. ഒട്ടകപ്പക്ഷിക്ക് ലോകത്തിലെ ഏതൊരു കരജീവിയേക്കാളും വലിയ കണ്ണുകളുണ്ട്. അവയുടെ കണ്ണുകൾ തലച്ചോറിനേക്കാൾ വലുതാണ്. ഇത് വിശാലമായ കാഴ്ചപ്പാട് നൽകുന്നു. തിരുവിതാംകൂറിൽ നിസ്സഹകരണ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്? എ.കെ. പിള്ള. തിരുവിതാംകൂറിൽ ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകിയ പ്രമുഖ വ്യക്തിത്വങ്ങളിൽ ഒരാളായിരുന്നു എ.കെ. പിള്ള. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നിസ്സഹകരണ പ്രസ്ഥാനം തിരുവിതാംകൂറിൽ ശക്തി പ്രാപിച്ചു. കടുവയുടെ ജന്മദേശം? സൈബീരിയ. സൈബീരിയൻ കടുവകൾ ലോകത്തിലെ ഏറ്റവും വലിയ പൂച്ച വർഗത്തിൽപ്പെട്ടവയാണ്. റഷ്യയുടെ കിഴക്കൻ പ്രദേശങ്ങളിലെ സൈബീരിയൻ വനങ്ങളാണ് ഇവയുടെ പ്രധാന ആവാസ കേന്ദ്രം. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ ആദ്യമായി അന്താരാഷ്ട്ര വിമാനത്താവള പദവി നൽകിയത്? അഹമ്മദാബാദ്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ അന്താരാഷ്ട്ര വിമാനത്താവള പദവി ലഭിച്ച ആദ്യ നഗരങ്ങളിൽ ഒന്നാണ് അഹമ്മദാബാദ്. ഇത് ഗുജറാത്തിലെ ഒരു പ്രധാന വ്യോമഗതാഗത കേന്ദ്രമാണ്. ജവഹർലാൽ നെഹ്റു 1923 ചെയർമാനായ മുനിസിപ്പാലിറ്റി? അലഹബാദ്. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു രാഷ്ട്രീയ ജീവിതത്തിന്റെ തുടക്കത്തിൽ 1923 അലഹബാദ് മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനായി സേവനമനുഷ്ഠിച്ചു. ഇത് അദ്ദേഹത്തിന്റെ ആദ്യകാല രാഷ്ട്രീയ അനുഭവങ്ങളിൽ ഒന്നായിരുന്നു. രാജീവ് ഗാന്ധി വധത്തിനു പിന്നിലെ സുരക്ഷാ പാളിച്ചകളെപ്പറ്റി അന്വേഷിച്ച കമ്മീഷൻ? ജെയിൻ കമ്മീഷൻ. 1991 രാജീവ് ഗാന്ധിയുടെ വധം അന്വേഷിക്കുന്നതിനായി നിയോഗിക്കപ്പെട്ട കമ്മീഷനാണ് ജെയിൻ കമ്മീഷൻ. ഇത് അദ്ദേഹത്തിന്റെ മരണത്തിലേക്ക് നയിച്ച സുരക്ഷാ വീഴ്ചകളെക്കുറിച്ച് പരിശോധിച്ചു. ആദ്യത്തെ ഫിറോദിയ അവാർഡിന് അർഹനായത്? എ.പി.ജെ. അബ്ദുൽ കലാം. മുൻ ഇന്ത്യൻ പ്രസിഡന്റും പ്രമുഖ ശാസ്ത്രജ്ഞനുമായിരുന്ന ഡോക്ടർ എ.പി.ജെ. അബ്ദുൽ കലാം ഫിറോദിയ അവാർഡിന് അർഹനായി. ഇന്ത്യയുടെ മിസൈൽ സാങ്കേതിക വിദ്യയിലെ സംഭാവനകൾക്ക് അദ്ദേഹം പ്രശസ്തനാണ്. ജീവവർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ്? കാൾ ലിനേയസ്. കാൾ ലിനേയസ് സ്വീഡിഷ് സസ്യശാസ്ത്രജ്ഞനും വൈദ്യനുമായിരുന്നു. ആധുനിക ടാക്സോണമിക്ക് അടിത്തറയിട്ട അദ്ദേഹം ജീവവർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ഏത് അവയവത്തിന്റെ പ്രവർത്തനം തകരാറിലാകുമ്പോഴാണ് ഡയാലിസിസ് നടത്തുന്നത്? വൃക്ക. വൃക്കകൾക്ക് രക്തം ശുദ്ധീകരിക്കാൻ കഴിയാതെ വരുമ്പോൾ രക്തത്തിലെ മാലിന്യങ്ങളും അധിക ജലവും നീക്കം ചെയ്യാൻ ഡയാലിസിസ് എന്ന ചികിത്സാരീതി ഉപയോഗിക്കുന്നു. ഇത് വൃക്കരോഗങ്ങൾക്കുള്ള ഒരു പ്രധാന ചികിത്സയാണ്. ഇന്ത്യ ഡിവൈഡഡ് രചിച്ചത്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയുടെ ആദ്യ പ്രസിഡന്റായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് രചിച്ച ഇന്ത്യ ഡിവൈഡഡ് എന്ന പുസ്തകം ഇന്ത്യയുടെ വിഭജനത്തെക്കുറിച്ചും അതിന്റെ കാരണങ്ങളെക്കുറിച്ചും വിശദീകരിക്കുന്നു. ഇത് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ചരിത്രരേഖയാണ്. ഏതിന്റെ കാലാവസ്ഥയാണ് ഡ്രൈ ഐസ്? കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡിനെയാണ് ഡ്രൈ ഐസ് എന്ന് പറയുന്നത്. ഇത് സാധാരണ ഐസിനേക്കാൾ തണുപ്പുള്ളതും ഉരുകുമ്പോൾ വെള്ളം അവശേഷിപ്പിക്കാത്തതുമാണ്. മനുഷ്യവാസമുള്ള വൻകരകളിൽ ഉഷ്ണമേഖലാ പ്രദേശത്തിനു വെളിയിൽ സ്ഥിതി ചെയ്യുന്ന ഏക വൻകര? യൂറോപ്പ്. യൂറോപ്പ് പ്രധാനമായും മിതശീതോഷ്ണ ശീതമേഖലാ പ്രദേശങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഉഷ്ണമേഖലാ പ്രദേശങ്ങൾ ഇതിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും ഉൾപ്പെടുന്നില്ല. ജന്മശതാബ്ദിയോടനുബന്ധിച്ച് സ്റ്റാമ്പ് പുറത്തിറക്കപ്പെട്ട ആദ്യ സ്വാതന്ത്ര്യസമര സേനാനി? ബാലഗംഗാധര തിലകൻ.
ലോകമാന്യ എന്ന് അറിയപ്പെട്ടിരുന്ന ബാലഗംഗാധര തിലകന്റെ 100ാം ജന്മദിനത്തോടനുബന്ധിച്ച് 1956 ൽ ഇന്ത്യൻ സർക്കാർ അദ്ദേഹത്തിന്റെ പേരിൽ സ്റ്റാമ്പ് പുറത്തിറക്കി. ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്രത്തിലെ പ്രധാന നേതാവായിരുന്നു അദ്ദേഹം. പുളിമരത്തിന്റെ ജന്മദേശം ആഫ്രിക്ക. പുളിമരത്തിന്റെ ഉത്ഭവം കിഴക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ്. പിന്നീട് ഇത് ലോകത്തിന്റെ മറ്റു ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചു. ലോകത്തിലെ ആദ്യത്തെ ഓഹരി വിപണി സ്ഥാപിതമായ ആന്റ്വർപ്പ് ഏത് രാജ്യത്താണ്? ബെൽജിയം. ആന്റ്വർപ്പിൽ 1531 ൽ സ്ഥാപിതമായ ഓഹരി വിപണിക്ക് ആധുനിക ഓഹരി വിപണിയുടെ ആദ്യകാല രൂപങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ഇത് ബെൽജിയത്തിലെ ഒരു പ്രധാന സാമ്പത്തിക കേന്ദ്രമായിരുന്നു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിദ്ധ എവിടെയാണ്? ചെന്നൈ. സിദ്ധ വൈദ്യശാസ്ത്രത്തിന്റെ ഗവേഷണത്തിനും വികസനത്തിനുമായി സമർപ്പിച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിദ്ധ. ഇത് ചെന്നൈയിൽ സ്ഥിതി ചെയ്യുന്നു. ആകെ എത്ര കിലോമീറ്ററാണ് ഇന്ത്യൻ യൂണിയന്റെ അതിർത്തി? 22,716 കിലോമീറ്റർ. 15,200 കര പ്ലസ് 7,516 കടൽ. ഇന്ത്യയുടെ മൊത്തം അതിർത്തി കര അതിർത്തിയും തീരപ്രദേശവും ഉൾപ്പെടെ 22,716 കിലോമീറ്ററാണ്. ഇത് രാജ്യത്തിന്റെ ഭൂമിശാസ്ത്രപരമായ വ്യാപ്തിയെ സൂചിപ്പിക്കുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ പേർ വധശിക്ഷയ്ക്ക് വിധേയരാകുന്ന രാജ്യം? ചൈന. ലോകത്ത് ഏറ്റവുമധികം വധശിക്ഷകൾ നടപ്പിലാക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ചൈന. മനുഷ്യാവകാശ സംഘടനകൾ ഇതിനെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പ്രാചീന ഭാരതത്തിൽ അയസ് എന്നറിയപ്പെട്ടിരുന്ന ലോഹം? ചെമ്പ്. പ്രാചീന ഇന്ത്യയിൽ ചെമ്പ് ഒരു പ്രധാന ലോഹമായിരുന്നു. പല സംസ്കാരങ്ങളിലും ഉപകരണങ്ങൾ, ആഭരണങ്ങൾ, പാത്രങ്ങൾ എന്നിവ നിർമ്മിക്കാൻ ഇത് ഉപയോഗിച്ചിരുന്നു. യൂണിഫോം സിവിൽ കോഡ് നിലവിലുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം? ഗോവ. ഇന്ത്യയിൽ യൂണിഫോം സിവിൽ കോഡ് നിലവിലുള്ള ഏക സംസ്ഥാനം ഗോവയാണ്. പോർച്ചുഗീസ് സിവിൽ കോഡ് 1867 ആണ് ഇവിടെ പ്രാബല്യത്തിലുള്ളത്. ഇന്ത്യയിൽ ഏത് സംസ്ഥാനമാണ് റബ്ബർ ഉത്പാദനത്തിൽ 1ാം സ്ഥാനത്ത്? കേരളം. ഇന്ത്യയിലെ റബ്ബർ ഉത്പാദനത്തിൽ കേരളം 1ാം സ്ഥാനത്താണ്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയിൽ റബ്ബർ കൃഷിക്ക് വലിയ പങ്കുണ്ട്. ലാറ്റിൻ ഔദ്യോഗിക ഭാഷയായ ഏകരാജ്യം? വത്തിക്കാൻ. ലോകത്തിലെ ഏറ്റവും ചെറിയ പരമാധികാര രാഷ്ട്രമായ വത്തിക്കാൻ സിറ്റിയിൽ ലാറ്റിൻ ഭാഷയാണ് ഔദ്യോഗിക ഭാഷയായി ഉപയോഗിക്കുന്നത്. ഇത് റോമൻ കത്തോലിക്ക സഭയുടെ ആസ്ഥാനമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിസ്തീർണത്തിൽ കൃഷി ചെയ്യപ്പെടുന്ന വിള? നെല്ല്. ഇന്ത്യയിലെ പ്രധാന ഭക്ഷ്യവിളകളിൽ ഒന്നാണ് നെല്ല്. ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യപ്പെടുന്നതും ഉത്പാദിപ്പിക്കപ്പെടുന്നതുമായ കാർഷിക ഉൽപ്പന്നങ്ങളിൽ നെല്ല് മുൻപന്തിയിലാണ്. ഏതു വൻകരയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് നൈൽ? ആഫ്രിക്ക. ആഫ്രിക്കൻ വൻകരയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് നൈൽ. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദികളിൽ ഒന്നുകൂടിയാണിത്. ഇന്ത്യയിൽ പൊതുമരാമത്ത് വകുപ്പ് ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് ആരംഭിച്ചത്? ഡൽഹൌസി. 1848 മുതൽ 1856 വരെ ഇന്ത്യയുടെ ഗവർണർ ജനറലായിരുന്ന ഡൽഹൌസി പ്രഭുവിന്റെ കാലത്താണ് പൊതുമരാമത്ത് വകുപ്പ് സ്ഥാപിച്ചത്. ഇത് റോഡുകൾ, റെയിൽവേ, കനാലുകൾ എന്നിവയുടെ നിർമ്മാണത്തിന് വലിയ സംഭാവന നൽകി. വിവാദമായ പഞ്ചാബ് മോഡൽ പ്രസംഗം നടത്തിയത്? ആർ. ബാലകൃഷ്ണപിള്ള. കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ നേതാവായിരുന്ന ആർ. ബാലകൃഷ്ണപിള്ള 1985 ൽ നടത്തിയ പഞ്ചാബ് മോഡൽ പ്രസംഗം വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് കാരണമായി. ഏത് രാജ്യത്തെ വാഹന നിർമ്മാതാക്കളാണ് വോൾവോ? സ്വീഡൻ. സ്വീഡൻ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു ബഹുരാഷ്ട്ര വാഹന നിർമ്മാണ കമ്പനിയാണ് വോൾവോ. സുരക്ഷയ്ക്കും ഗുണമേന്മയ്ക്കും ഇവർ പ്രശസ്തരാണ്. കനാലുകളുടെ നാട് എന്നറിയപ്പെടുന്നത്? പാകിസ്ഥാൻ. സിന്ധു നദീതട വ്യവസ്ഥയുടെ ഭാഗമായി പാകിസ്ഥാനിൽ വിപുലമായ കനാൽ ശൃംഖലയുണ്ട്. ഇത് രാജ്യത്തെ കാർഷിക മേഖലയ്ക്ക് വലിയ സഹായം നൽകുന്നു. ജവഹർലാൽ നെഹ്റുവിന്റെ ആത്മകഥ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത്? C.H.
കുഞ്ഞപ്പ. ജവഹർലാൽ നെഹ്റുവിന്റെ ആൻ ഓട്ടോബയോഗ്രഫി എന്ന ആത്മകഥ CH കുഞ്ഞപ്പയാണ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത്. എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യം നേപ്പാൾ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് ഹിമാലയൻ പർവ്വതനിരകളിൽ നേപ്പാളിലും ചൈനയിലുമായി സ്ഥിതി ചെയ്യുന്നു. പ്രധാനമായും നേപ്പാൾ അതിർത്തിയിലാണ് ഇത്. സാഹിത്യ നോബലിന് അർഹനായ ആദ്യ പ്രധാനമന്ത്രി സർ വിൻസ്റ്റൺ ചർച്ചിൽ. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന സർ വിൻസ്റ്റൺ ചർച്ചിലിന് അദ്ദേഹത്തിന്റെ ചരിത്രപരമായ രചനകൾക്കും പ്രഭാഷണങ്ങൾക്കും 1953 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. ശതദ്രു എന്നറിയപ്പെട്ടിരുന്ന നദിയേത്? സത്ലജ്. പ്രാചീന ഇന്ത്യയിലെ വേദകാലഘട്ടത്തിൽ ശതദ്രു എന്നറിയപ്പെട്ടിരുന്ന നദിയാണ് സത്ലജ്. ഇത് പഞ്ചാബിലൂടെ ഒഴുകുന്ന ഒരു പ്രധാന നദിയാണ്. കോഴിക്കോട് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന കരിപ്പൂർ ഏത് ജില്ലയിൽ? മലപ്പുറം. കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം കരിപ്പൂരിൽ സ്ഥിതി ചെയ്യുന്നു. ഇത് മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയുടെ അതിർത്തിയോടടുത്താണ്. ശതവാഹന രാജാക്കന്മാരുടെ സദസ്സിലെ ഭാഷ പ്രാകൃത ഭാഷ. ശതവാഹന രാജവംശം ദക്ഷിണേന്ത്യയിലെ ഒരു പ്രധാന ഭരണകൂടമായിരുന്നു. അവരുടെ ഔദ്യോഗിക ഭാഷ പ്രാകൃതമായിരുന്നു, പ്രത്യേകിച്ച് മഹാരാഷ്ട്രി പ്രാകൃതം. സസ്യവർഗീകരണ സമ്പ്രദായത്തിന്റെ ആചാര്യൻ കാൾ ലിനേയസ്. കാൾ ലിനേയസ് സ്വീഡിഷ് സസ്യശാസ്ത്രജ്ഞനും വൈദ്യനുമായിരുന്നു. ആധുനിക സസ്യവർഗീകരണ സമ്പ്രദായത്തിന് അടിത്തറയിട്ട അദ്ദേഹം സസ്യവർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. അക്ബർ ബുലന്ദ് ദർവാസ് നിർമ്മിച്ചത് ഏത് കീഴടക്കിയതിന്റെ സ്മരണയ്ക്കായാണ്? ഗുജറാത്ത്. മുഗൾ ചക്രവർത്തി അക്ബർ 1573 ഗുജറാത്ത് കീഴടക്കിയതിന്റെ സ്മരണയ്ക്കായി ഫത്തേപൂർ സിക്രിയിൽ ബുലന്ദ് ദർവാസ് നിർമ്മിച്ചു. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ പ്രവേശന കവാടങ്ങളിൽ ഒന്നാണ്. സമുദ്രങ്ങളിൽ രാജാവ് എന്നറിയപ്പെടുന്നത്? പസഫിക് സമുദ്രം. ലോകത്തിലെ ഏറ്റവും വലിയതും ആഴമേറിയതുമായ സമുദ്രമാണ് പസഫിക് സമുദ്രം. അതിന്റെ വിശാലമായ വ്യാപ്തിയും ആഴവും കാരണം ഇതിനെ സമുദ്രങ്ങളുടെ രാജാവ് എന്ന് വിശേഷിപ്പിക്കുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് താഴെയായി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഒരു പ്രദേശം കുട്ടനാട്. ആലപ്പുഴ, കോട്ടയം ജില്ലകളിലായി വ്യാപിച്ചുകിടക്കുന്ന കുട്ടനാട് സമുദ്രനിരപ്പിൽ നിന്ന് താഴെയായി സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ പ്രധാനമായും നെൽകൃഷിയാണ് നടത്തുന്നത്. ഖുദായി ഖിദ്മഗർ എന്ന സംഘടന സ്ഥാപിച്ച സ്വാതന്ത്ര്യസമര സേനാനി അബ്ദുൽ ഗാഫർ ഖാൻ. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ 1929 ഖുദായി ഖിദ്മഗർ എന്ന അഹിംസാത്മക പ്രസ്ഥാനം സ്ഥാപിച്ചു. ഇത് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടി. കേരളത്തിലെ കന്നുകാലി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മാട്ടുപ്പെട്ടി. ഇടുക്കി ജില്ലയിലെ മാട്ടുപ്പെട്ടിയിൽ സ്ഥിതി ചെയ്യുന്ന ഇൻഡോ സ്വിസ് ലൈവ് സ്റ്റോക്ക് പ്രോജക്ടിന്റെ ഭാഗമായുള്ള കന്നുകാലി ഗവേഷണ കേന്ദ്രം മൃഗസംരക്ഷണ മേഖലയിലെ ഒരു പ്രധാന സ്ഥാപനമാണ്. പഴയ നിയമത്തിൽ മോസസ് ദൈവത്തിന്റെ 10 കൽപ്പനകൾ സ്വീകരിച്ച സിനായി പർവ്വതം ഏത് രാജ്യത്ത്? ഈജിപ്ത്. ജൂത, ക്രിസ്ത്യൻ, ഇസ്ലാം മതവിശ്വാസികൾക്ക് പുണ്യസ്ഥലമായ സിനായി പർവ്വതം ഈജിപ്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. മോസസ് 10 കൽപ്പനകൾ സ്വീകരിച്ചത് ഇവിടെ വെച്ചാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. വിജയനഗര സാമ്രാജ്യം സ്ഥാപിതമായ വർഷം 1336. ഹരിഹരനും ബുക്കനും ചേർന്ന് 1336 വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചു. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ സാമ്രാജ്യങ്ങളിൽ ഒന്നായിരുന്നു ഇത്. ഏത് രാജ്യവുമായിട്ടാണ് ഇന്ത്യ ആദ്യ ഏകദിന ക്രിക്കറ്റ് മാച്ച് കളിച്ചത്? ഇംഗ്ലണ്ട്. 1974 ജൂലൈ 13 ലീഡ്സിലെ ഹെഡിംഗ്ലിയിൽ വെച്ചാണ് ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിൽ ആദ്യ ഏകദിന മത്സരം കളിച്ചത്. ഈ മത്സരം ഇംഗ്ലണ്ട് വിജയിച്ചു. SMS എന്നതിന്റെ പൂർണ്ണരൂപം ഷോർട്ട് മെസ്സേജ് സർവീസ്, ഷോർട്ട് മെസ്സേജ് സർവീസ്. മൊബൈൽ ഫോണുകളിലൂടെ ചെറിയ ടെക്സ്റ്റ് സന്ദേശങ്ങൾ അയക്കുന്നതിനുള്ള ഒരു ആശയവിനിമയ സേവനമാണ് SMS. ഇത് ലോകമെമ്പാടും വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു.
ഏത് രാജ്യവുമായിട്ടാണ് ഇന്ത്യ ആദ്യ ടെസ്റ്റ് ക്രിക്കറ്റ് മാച്ച് കളിച്ചത്? ഇംഗ്ലണ്ട്. 1932 ജൂൺ 25 ലോർഡ്സിൽ വെച്ചാണ് ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിൽ ആദ്യ ടെസ്റ്റ് മത്സരം കളിച്ചത്. ഈ മത്സരം ഇംഗ്ലണ്ട് വിജയിച്ചു. SNDP യോഗത്തിന്റെ ആസ്ഥാനം കൊല്ലം. ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി 1903 സ്ഥാപിച്ച ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിന്റെ ആസ്ഥാനം കൊല്ലം ജില്ലയിലെ കാവിലാണ്. നൈൽ യുദ്ധത്തിൽ ബ്രിട്ടനോട് ഏറ്റുമുട്ടിയ രാജ്യം ഫ്രാൻസ്. 1798 നടന്ന നൈൽ യുദ്ധത്തിൽ ബ്രിട്ടീഷ് നാവികസേന ഫ്രഞ്ച് നാവികസേനയെ പരാജയപ്പെടുത്തി. ഈ യുദ്ധം ഈജിപ്ഷ്യൻ തീരത്താണ് നടന്നത്. ഏത് രാജ്യത്തെ ഓഹരി വിപണിയാണ് ലാ ബോർസ് എന്നറിയപ്പെടുന്നത്? ഫ്രാൻസ്. ഫ്രാൻസിലെ പ്രധാനപ്പെട്ട ഓഹരി വിപണിയെ ലാ ബോർസ് എന്ന് വിളിച്ചിരുന്നു. ഇന്ന് ഇത് യൂറോനെക്സ്റ്റ് പാരീസ്, യൂറോനെക്സ്റ്റ് പാരിസ് എന്നറിയപ്പെടുന്നു. SNDP യോഗത്തിന്റെ മുൻഗാമിയെന്നറിയപ്പെടുന്ന സംഘടന വാവൂട്ട് യോഗം. 1888 അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്ക് ശേഷം ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ ഈഴവ സമുദായത്തിന്റെ ഉന്നമനത്തിനായി രൂപീകരിച്ച വാവൂട്ട് യോഗമാണ് SNDP. യോഗത്തിന്റെ മുൻഗാമി. ഉപ്പിന് നികുതി ചുമത്തിയ ആദ്യ രാജ്യം ചൈന. പുരാതന ചൈനയിൽ ഉപ്പിന് നികുതി ചുമത്തിയിരുന്നത് ഭരണകൂടത്തിന് വലിയ വരുമാനം നേടിക്കൊടുക്കുന്ന ഒരു പ്രധാന വരുമാന മാർഗമായിരുന്നു. ഗാന്ധിജി വധിക്കപ്പെട്ട സ്ഥലം ന്യൂഡൽഹി. 1948 ജനുവരി 30 ന്യൂഡൽഹിയിലെ ബിർള ഹൌസിൽ വെച്ചാണ് മഹാത്മാഗാന്ധി നാഥുറാം വിനായക് ഗോഡ്സെയുടെ വെടിയേറ്റു മരിച്ചത്. കാശിയുടെ പുതിയ പേര് വാരണാസി. ഇന്ത്യയിലെ ഏറ്റവും പുരാതനമായ നഗരങ്ങളിലൊന്നായ കാശി ഇന്ന് വാരണാസി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഹിന്ദുക്കൾക്ക് ഇതൊരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ്. കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ഭരണഘടനാ വകുപ്പ് 370. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 370 ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്നു. എന്നാൽ 2019 ഓഗസ്റ്റ് 5 ഈ വകുപ്പ് റദ്ദാക്കുകയും ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി ഇല്ലാതാക്കുകയും ചെയ്തു. കാസിരംഗ ഏത് നദിയുടെ തീരത്താണ്? ബ്രഹ്മപുത്ര. അസമിൽ സ്ഥിതി ചെയ്യുന്ന കാസിരംഗ ദേശീയോദ്യാനം ബ്രഹ്മപുത്ര നദിയുടെ തീരത്താണ്. ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങൾക്ക് പേരുകേട്ട ഈ ദേശീയോദ്യാനം യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റ് കൂടിയാണ്. കാവേരി നദീജല തർക്കത്തിൽ ഉൾപ്പെട്ട സംസ്ഥാനങ്ങൾ, പ്രദേശങ്ങൾ കേരളം, തമിഴ്നാട്, കർണാടകം, പുതുച്ചേരി. കാവേരി നദിയുടെ ജലം പങ്കിടുന്നതിനെ ചൊല്ലി തമിഴ്നാട്, കർണാടക, കേരളം, പുതുച്ചേരി എന്നിവയ്ക്കിടയിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന തർക്കമാണ് കാവേരി നദീജല തർക്കം. ശിവജി ജനിച്ച വർഷം 1627. മറാത്ത സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായിരുന്ന ഛത്രപതി ശിവജി ഭോസ്ലെ 1627 മഹാരാഷ്ട്രയിലെ ശിവ്നേരി കോട്ടയിലാണ് ജനിച്ചത്. കിളിമഞ്ചാരോ അഗ്നിപർവ്വതം ഏത് രാജ്യത്ത്? ടാൻസാനിയ. ആഫ്രിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ കിളിമഞ്ചാരോ അഗ്നിപർവ്വതം ടാൻസാനിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു നിഷ്ക്രിയ അഗ്നിപർവ്വതമാണ്. സെനഗൽ എന്നു പേരുള്ള നദിയും രാജ്യവും ഏതു വൻകരയിലാണ്? ആഫ്രിക്ക. പശ്ചിമ ആഫ്രിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമാണ് സെനഗൽ. സെനഗൽ നദി ഈ രാജ്യത്തിലൂടെ ഒഴുകി അറ്റ്ലാന്റിക് സമുദ്രത്തിൽ പതിക്കുന്നു. വിക്രമോർവശീയം, മാളവികാഗ്നിമിത്രം, രഘുവംശം, മേഘദൂതം എന്നിവ രചിച്ചത് കാളിദാസൻ. പ്രാചീന ഇന്ത്യയിലെ പ്രമുഖ സംസ്കൃത കവിയും നാടകകൃത്തുമായിരുന്നു കാളിദാസൻ. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ കൃതികളിൽ ചിലതാണ് വിക്രമോർവശീയം, മാളവികാഗ്നിമിത്രം, രഘുവംശം, മേഘദൂതം എന്നിവ. 1999 സ്വതന്ത്രമാകും മുമ്പ് ഈസ്റ്റ് തിമോർ ഏത് രാജ്യത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നു? ഇന്തോനേഷ്യ. 1975 പോർച്ചുഗലിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതിന് തൊട്ടുപിന്നാലെ ഇന്തോനേഷ്യ ഈസ്റ്റ് തിമോർ പിടിച്ചെടുത്തു. 1999 ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടലോടെയാണ് ഇത് സ്വതന്ത്രമായത്.
മാവ് ഏത് രാജ്യത്ത് ഉത്ഭവിച്ച മരമാണ്? ഇന്ത്യ. മാമ്പഴം ഇന്ത്യയുടെ ദേശീയ ഫലമാണ്. മാവ് ഉത്ഭവിച്ചത് ഇന്ത്യയിലാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. അവിടെ നിന്ന് ഇത് ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചു. കർണാടക സംസ്ഥാനത്തെ പ്രധാന ഉത്സവം ദസറ. കർണാടകയിൽ, പ്രത്യേകിച്ച് മൈസൂരിൽ, ദസറ വളരെ ആഘോഷപൂർവ്വം കൊണ്ടാടുന്ന ഒരു പ്രധാന ഉത്സവമാണ്. ദുർഗാദേവി മഹിഷാസുരനെ വധിച്ചതിന്റെ ഓർമ്മയ്ക്കായാണ് ഇത് ആഘോഷിക്കുന്നത്. എൻഫീൽഡ് പട്ടണം ഏത് രാജ്യത്താണ്? ഇംഗ്ലണ്ട്. റോയൽ എൻഫീൽഡ് പോലുള്ള പ്രശസ്തമായ മോട്ടോർ സൈക്കിളുകളുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട എൻഫീൽഡ് പട്ടണം ഇംഗ്ലണ്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ലണ്ടന്റെ വടക്ക് ഭാഗത്തുള്ള ഒരു വലിയ ജില്ലയാണ്. AD 1000-നും 1026-നും ഇടയ്ക്ക് 17 പ്രാവശ്യം ഇന്ത്യയെ ആക്രമിച്ച മുസ്ലിം ആക്രമണകാരി മഹമൂദ് ഗസ്നി. ഗസ്നവിദ് സാമ്രാജ്യത്തിലെ ഭരണാധികാരിയായിരുന്ന മഹമൂദ് ഗസ്നി 10-11 നൂറ്റാണ്ടുകളിൽ ഇന്ത്യയെ 17 തവണ ആക്രമിച്ചു. അദ്ദേഹത്തിന്റെ ലക്ഷ്യം പ്രധാനമായും ക്ഷേത്രസമ്പത്ത് കൊള്ളയടിക്കുക എന്നതായിരുന്നു. ഏറ്റവും കൂടുതൽ ദിനപത്രങ്ങളുള്ള രാജ്യം ഇന്ത്യ. ഇന്ത്യയിൽ നിരവധി പ്രാദേശിക ഭാഷകളിലും ദേശീയ ഭാഷകളിലും ദിനപത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ പത്രവ്യവസായങ്ങളിലൊന്നാണ്. സൈനികരുടെ യൂണിഫോമായി കാക്കി ഉപയോഗിച്ച് തുടങ്ങിയ രാജ്യം ഇന്ത്യ. ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിലാണ് കാക്കി യൂണിഫോം ആദ്യമായി ഔദ്യോഗികമായി ഉപയോഗിച്ചത്. ഇത് മരുഭൂമിയിലും മറ്റ് ചൂടുള്ള പ്രദേശങ്ങളിലും സൈനികർക്ക് മറയാകാൻ സഹായിച്ചു. ഏത് രാജ്യത്തിന്റെ തെക്കുകിഴക്കൻ ഏഷ്യയിലെ കോളനികളാണ് ഇന്തോ ചൈന എന്നറിയപ്പെട്ടിരുന്നത്? ഫ്രാൻസ്. ഫ്രഞ്ച് ഇന്തോ ചൈന എന്നത് തെക്കുകിഴക്കൻ ഏഷ്യയിൽ ഫ്രാൻസിന്റെ കോളനികളായിരുന്ന വിയറ്റ്നാം, ലാവോസ്, കംബോഡിയ എന്നിവിടങ്ങളെ ഉൾക്കൊള്ളുന്ന പ്രദേശമായിരുന്നു. ഇന്ത്യയിൽ തെക്കുപടിഞ്ഞാറൻ മൺസൂൺ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ഇന്ത്യൻ മഹാസമുദ്രം. തെക്കുപടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഇത് ഇന്ത്യയുടെ മിക്ക ഭാഗങ്ങളിലും മഴ ലഭിക്കാൻ കാരണമാകുന്നു. ഏത് നേതാവിന്റെ സ്മരണയ്ക്കായാണ് ഹരിപ്രസാദ് ചൗരസ്യ, ഇന്ദിരാ കല്യാൺ എന്ന രാഗം ചിട്ടപ്പെടുത്തിയത്? ഇന്ദിരാഗാന്ധി. പ്രശസ്ത ബാംസുരി വാദകനായ ഹരിപ്രസാദ് ചൗരസ്യ, ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ഓർമ്മയ്ക്കായി ഇന്ദിരാ കല്യാൺ എന്ന രാഗം ചിട്ടപ്പെടുത്തി. ക്ലോണിംഗ് നടത്തിയ ആദ്യ ഇസ്ലാമിക രാജ്യം ഇറാൻ. ഇറാൻ 2006-ൽ ക്ലോൺ ചെയ്ത ആടിനെ വിജയകരമായി സൃഷ്ടിച്ച് ശ്രദ്ധ നേടി. ശാസ്ത്രീയ ഗവേഷണ രംഗത്ത് ഇറാൻ നടത്തുന്ന മുന്നേറ്റങ്ങളെ ഇത് അടയാളപ്പെടുത്തി. സയ്യിദ് വംശം സ്ഥാപിച്ചത് ഖിസർ ഖാൻ. ദില്ലി സുൽത്താനത്തിലെ 4ാമത്തെ രാജവംശമായിരുന്നു സയ്യിദ് രാജവംശം. 1414-ൽ ഖിസർ ഖാനാണ് ഈ രാജവംശം സ്ഥാപിച്ചത്. ഇരട്ടക്കുളമ്പുള്ള മൃഗങ്ങളിൽ വലുപ്പത്തിൽ 2ാം സ്ഥാനം ജിറാഫ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കരജീവിയാണ് ജിറാഫ്. ഇരട്ടക്കുളമ്പുള്ള മൃഗങ്ങളിൽ ഉയരത്തിലും വലുപ്പത്തിലും ഇവയ്ക്ക് 2ാം സ്ഥാനമുണ്ട്. ഗാന്ധാരം കീഴടക്കിയ ആദ്യ പേർഷ്യൻ ഭരണാധികാരി ദാരിയസ് ഒന്നാമൻ. പേർഷ്യൻ അക്കാമെനിഡ് സാമ്രാജ്യത്തിലെ ഭരണാധികാരിയായിരുന്ന ദാരിയസ് ഒന്നാമൻ BC 6-ാം നൂറ്റാണ്ടിൽ ഗാന്ധാരം കീഴടക്കി. ഇത് പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ കിഴക്കൻ അതിർത്തി വികസിപ്പിച്ചു. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാർഷിക കന്നുകാലി മേള നടക്കുന്ന സ്ഥലം സോൺപൂർ. ബീഹാറിലെ സോൺപൂരിൽ നടക്കുന്ന സോൺപൂർ മേള ഏഷ്യയിലെ ഏറ്റവും വലിയ കന്നുകാലി മേളകളിലൊന്നാണ്. ഗംഗ, ഗണ്ഡക് നദികളുടെ സംഗമസ്ഥാനത്താണ് ഇത് നടക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓഡിറ്റോറിയമായ ശ്രീ ഷൺമുഖാനന്ദ ഹാൾ എവിടെയാണ്? മുംബൈ. മുംബൈയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ ഷൺമുഖാനന്ദ ചന്ദ്രശേഖരേന്ദ്ര സരസ്വതി ഓഡിറ്റോറിയം ഇന്ത്യയിലെ ഒരു വലിയ ഓഡിറ്റോറിയമാണ്. ഇത് സാംസ്കാരിക പരിപാടികൾക്ക് ഉപയോഗിക്കുന്നു. കമ്പ്യൂട്ടറിന്റെ തലച്ചോറ് എന്നറിയപ്പെടുന്നത് CPU. കമ്പ്യൂട്ടറിന്റെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് CPU ആണ് അതിന്റെ പ്രധാന മസ്തിഷ്കം. ഇത് കമ്പ്യൂട്ടറിലെ എല്ലാ നിർദ്ദേശങ്ങളും പ്രോസസ്സ് ചെയ്യുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നു.
ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ റിവർ വാലി പ്രോജക്റ്റ്. ബക്രാനങ്കൽ. സത്ലജ് നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ബക്രാനങ്കൽ അണക്കെട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതികളിൽ ഒന്നാണ്. ഇത് വൈദ്യുതി ഉത്പാദനം, ജലസേചനം എന്നിവയ്ക്ക് സഹായിക്കുന്നു. ഗാന്ധി ശിഷ്യയായ മീര ബെഹ്നിന്റെ യഥാർത്ഥ പേര്? മാഡലിൻ സ്ലേഡ്. മഹാത്മാഗാന്ധിയുടെ വിശ്വസ്ത ശിഷ്യയായിരുന്നു മീര ബെഹൻ. ബ്രിട്ടീഷ് അഡ്മിറലായിരുന്ന എഡ്മണ്ട് സ്ലേഡിന്റെ മകളായ മാഡലിൻ സ്ലേഡ് ആണ് പിന്നീട് മീര ബെഹൻ എന്ന് അറിയപ്പെട്ടത്. ഐക്യരാഷ്ട്രസഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്തത്? വിജയലക്ഷ്മി പണ്ഡിറ്റ്. ജവഹർലാൽ നെഹ്റുവിന്റെ സഹോദരിയായിരുന്ന വിജയലക്ഷ്മി പണ്ഡിറ്റ് 1946-ൽ ഐക്യരാഷ്ട്രസഭയുടെ ആദ്യ ജനറൽ അസംബ്ലി സമ്മേളനത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചു. ഇന്ത്യയിലെ ഏറ്റവും വലിയ കപ്പൽ നിർമ്മാണശാല? മുംബൈ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കപ്പൽ നിർമ്മാണശാലകളിലൊന്നാണ് മുംബൈയിൽ സ്ഥിതി ചെയ്യുന്ന മസഗോൺ ഡോക്ക് ഷിപ്ബിൽഡേഴ്സ് ലിമിറ്റഡ്. ഇന്ത്യൻ നാവികസേനയ്ക്കും തീരദേശ സംരക്ഷണ സേനയ്ക്കും വേണ്ടിയുള്ള കപ്പലുകൾ ഇവിടെ നിർമ്മിക്കുന്നു. പുരാതനകാലത്ത് അസീറിയ എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം ഇപ്പോൾ ഏത് രാജ്യത്താണ്? ഇറാഖ്. പുരാതന മെസൊപ്പൊട്ടേമിയൻ നാഗരികതകളിൽ ഒന്നായിരുന്ന അസീറിയ, ടൈഗ്രിസ് നദിയുടെ മുകൾ ഭാഗത്താണ് സ്ഥിതി ചെയ്തിരുന്നത്. ഇത് ഇന്നത്തെ ഇറാഖിന്റെ വടക്കൻ ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നു. 1973-ലെ സിനായി യുദ്ധത്തിൽ ഈജിപ്തുമായി ഏറ്റുമുട്ടിയ രാജ്യം ഏതാണ്? ഇസ്രായേൽ. 1973 ഒക്ടോബർ 6-ന് ഈജിപ്തും സിറിയയും ഇസ്രായേലിനെതിരെ ആരംഭിച്ച യുദ്ധമാണ് യോം കിപ്പൂർ യുദ്ധം. സിനായി പെനിൻസുലയിൽ ഈജിപ്ഷ്യൻ സൈന്യവും ഇസ്രായേൽ സൈന്യവും തമ്മിൽ കടുത്ത പോരാട്ടം നടന്നു. ഇന്ത്യയുടെ സർവ്വസൈന്യാധിപൻ ആരാണ്? പ്രസിഡന്റ്. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് രാഷ്ട്രപതിയാണ് ഇന്ത്യൻ സായുധ സേനയുടെ പരമോന്നത കമാൻഡർ. കരസേന, നാവികസേന, വ്യോമസേന എന്നിവയുടെ മേൽനോട്ടവും പ്രതിരോധ വിഷയങ്ങളിലെ സുപ്രധാന തീരുമാനങ്ങളും രാഷ്ട്രപതിയുടെ അധികാരപരിധിയിൽ വരും. 1876-ൽ ബ്രിട്ടനിലെ ആൽബർട്ട് രാജകുമാരനെ വരവേൽക്കാൻ പിങ്ക് നിറം പൂശിയ നഗരം ഏതാണ്? ജയ്പൂർ. ബ്രിട്ടനിലെ ആൽബർട്ട് രാജകുമാരൻ ജയ്പൂർ സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നതിനായി നഗരത്തിലെ കെട്ടിടങ്ങൾക്ക് രാജാ റാം സിംഗ് പിങ്ക് നിറം നൽകി. അതിനുശേഷം ജയ്പൂർ പിങ്ക് സിറ്റി എന്ന് അറിയപ്പെടാൻ തുടങ്ങി. ജവഹർ തുരങ്കം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ജമ്മു കാശ്മീർ. ജമ്മു കാശ്മീരിലെ ബനിഹാൽ പാസിലാണ് ജവഹർ തുരങ്കം സ്ഥിതി ചെയ്യുന്നത്. ദേശീയപാത 44-ന്റെ ഭാഗമായ ഇത് ജമ്മുവിനെയും ശ്രീനഗറിനെയും ബന്ധിപ്പിക്കുന്നു. കബുഗി, നോഹ് എന്നിവ ഏത് രാജ്യത്തെ നാടകരൂപങ്ങളാണ്? ജപ്പാൻ. ജപ്പാനിലെ പരമ്പരാഗത നാടകരൂപങ്ങളാണ് കബുഗിയും നോഹ്. വർണ്ണാഭമായ വസ്ത്രങ്ങളും ആക്ഷനുകളുമുള്ള കബുഗി സാധാരണ ജനങ്ങൾക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്നപ്പോൾ നോഹ് നാടകങ്ങൾ വളരെ ചിട്ടയായതും ആചാരപരവുമായ അവതരണരീതികളാൽ പ്രശസ്തമായിരുന്നു. 1945 ഓഗസ്റ്റ് 4-ന് നടന്ന നാഷണൽ കോൺഫറൻസിന്റെ സമ്മേളനത്തിൽ ഷെയ്ഖ് അബ്ദുള്ളയെ കാശ്മീർ സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു. ജമ്മു കാശ്മീരിലെ പ്രമുഖ രാഷ്ട്രീയ നേതാവും നാഷണൽ കോൺഫറൻസ് സ്ഥാപകനുമായ ഷെയ്ഖ് അബ്ദുള്ളയെ അദ്ദേഹത്തിന്റെ ധീരമായ നേതൃത്വത്തെയും ജനസേവനത്തെയും മാനിച്ച് കാശ്മീർ സിംഹം അഥവാ ഷേർ-ഇ കാശ്മീർ എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഇന്ത്യൻ മണ്ണിൽ വെച്ച് 1925-ൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ട സ്ഥലം ഏതാണ്? കാൺപൂർ. 1925 ഡിസംബർ 26-ന് കാൺപൂരിൽ വെച്ചാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ (CPI) രൂപീകൃതമായത്. സത്യഭക്തനായിരുന്നു ഇതിന്റെ സ്ഥാപകൻ. കൊളറാഡോ ഏതു വൻകരയിലാണ് സ്ഥിതി ചെയ്യുന്നത്? വടക്കേ അമേരിക്ക. കൊളറാഡോ നദിയും കൊളറാഡോ പീഠഭൂമിയും വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിലാണ്. അമേരിക്കൻ ഐക്യനാടുകളിലൂടെയും മെക്സിക്കോയിലൂടെയും ഒഴുകുന്ന കൊളറാഡോ നദി പടിഞ്ഞാറൻ അമേരിക്കയിലെ പ്രധാനപ്പെട്ട നദിയാണ്. ഇന്ത്യയുടെ കിഴക്കൻ തീരത്തിന്റെ തെക്കൻ അർദ്ധഭാഗം അറിയപ്പെടുന്നത് എന്താണ്? കോറമാണ്ടൽ തീരം. ഇന്ത്യയുടെ തെക്കുകിഴക്കൻ തീരപ്രദേശമാണ് കോറമാണ്ടൽ തീരം. ഇത് തമിഴ്നാടിന്റെ കിഴക്കൻ ഭാഗവും ആന്ധ്രാപ്രദേശിന്റെ തെക്കുകിഴക്കൻ ഭാഗവും ഉൾപ്പെടുന്നു.
രക്തവും മാംസവുമുള്ള ഇങ്ങനെയൊരു മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്ന് വരുംതലമുറ വിശ്വസിച്ചെന്ന് വരില്ല എന്ന് ഗാന്ധിജിയെപ്പറ്റി പറഞ്ഞത് ആരാണ്? ഐൻസ്റ്റീൻ. ആൽബർട്ട് ഐൻസ്റ്റീൻ മഹാത്മാഗാന്ധിയുടെ ജീവിതത്തെയും ദർശനങ്ങളെയും ആഴത്തിൽ ആദരിച്ചിരുന്നു. ഗാന്ധിജിയുടെ അഹിംസാത്മകമായ സത്യഗ്രഹ സമരങ്ങളെയും ലോകത്തിനു നൽകിയ സന്ദേശങ്ങളെയും വിലയിരുത്തിക്കൊണ്ടാണ് ഐൻസ്റ്റീൻ ഈ വാക്കുകൾ പറഞ്ഞത്. ഇന്റർനെറ്റിന്റെ പഴയ പേര് എന്തായിരുന്നു? ARPANET, അർപ്പാനെറ്റ്. അഡ്വാൻസ്ഡ് റിസർച്ച് പ്രോജക്ട്സ് ഏജൻസി നെറ്റ്വർക്ക് ARPANET ആണ് ഇന്റർനെറ്റിന്റെ മുൻഗാമി. 1960കളുടെ അവസാനത്തിൽ US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് ആണ് ഇത് വികസിപ്പിച്ചത്. ഇമയവരമ്പൻ എന്ന സ്ഥാനപ്പേരുണ്ടായിരുന്ന ചേരരാജാവ് ആരായിരുന്നു? നെടുഞ്ചേരലാതൻ. സംഘകാലഘട്ടത്തിലെ പ്രമുഖനായ ഒരു ചേരരാജാവായിരുന്നു നെടുഞ്ചേരലാതൻ. ഇമയവരമ്പൻ എന്ന സ്ഥാനപ്പേര് ഹിമാലയം വരെ തന്റെ സാമ്രാജ്യം വ്യാപിപ്പിച്ചു എന്നതിനെ സൂചിപ്പിക്കുന്നു. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നത് ആരാണ്? ജവഹർലാൽ നെഹ്റു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു 1947 മുതൽ 1964 വരെ ഏകദേശം 17 വർഷത്തോളം പ്രധാനമന്ത്രി പദവി വഹിച്ചു. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന്റെ സ്വാധീനം വളരെ വലുതായിരുന്നു. രക്തവും കണ്ണീരും വിയർപ്പും കഠിനാധ്വാനവുമല്ലാതെ മറ്റൊന്നും നിങ്ങൾക്ക് തരാൻ എനിക്കില്ല എന്ന് പറഞ്ഞത് ആരാണ്? സർ വിൻസ്റ്റൺ ചർച്ചിൽ. രണ്ടാം ലോകമഹായുദ്ധത്തിൽ ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിൽ 1940-ൽ കോമൺസ് സഭയിൽ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞ വാക്കുകളാണിത്. ബ്രിട്ടീഷ് ജനതയെ യുദ്ധത്തിൽ വിജയിക്കാൻ പ്രോത്സാഹിപ്പിക്കുക എന്നതായിരുന്നു ഈ വാക്കുകളുടെ ലക്ഷ്യം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൾനാടൻ ജലപാതകളുള്ള സംസ്ഥാനം ഏതാണ്? കേരളം. കേരളത്തിന് നീണ്ട കടൽത്തീരവും നിരവധി കായലുകളും പുഴകളും ഉൾനാടൻ ജലപാതകളും ഉണ്ട്. വടക്ക് ബേക്കൽ മുതൽ തെക്ക് തിരുവനന്തപുരം വരെ നീളുന്ന പശ്ചിമതീര കനാൽ കേരളത്തിന്റെ ഉൾനാടൻ ജലഗതാഗതത്തിന് വലിയ പ്രാധാന്യം നൽകുന്നു. കാളിഘട്ട് നഗരത്തിന്റെ ഇപ്പോഴത്തെ പേരെന്താണ്? കൊൽക്കത്ത. പശ്ചിമ ബംഗാളിന്റെ തലസ്ഥാനമായ കൊൽക്കത്തയുടെ പഴയ പേരാണ് കാളിഘട്ട്. ഹൂഗ്ലി നദിയുടെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ നഗരം കിഴക്കൻ ഇന്ത്യയിലെ പ്രധാന സാമ്പത്തിക, സാംസ്കാരിക കേന്ദ്രമാണ്. ലോകത്താദ്യമായി പോഡ് കാർ സംവിധാനം നിലവിൽ വന്നത് എവിടെയാണ്? ലണ്ടൻ. ലണ്ടൻ ഹീത്രോ വിമാനത്താവളത്തിലാണ് പേഴ്സണൽ റാപ്പിഡ് ട്രാൻസിറ്റ് (PRT) അഥവാ പോഡ് കാർ സംവിധാനം ആദ്യമായി വാണിജ്യപരമായി നടപ്പാക്കിയത്. ഇത് യാത്രക്കാർക്ക് ടെർമിനലുകൾക്കിടയിൽ സ്വയം ഓടുന്ന ചെറിയ വാഹനങ്ങളിലൂടെ സഞ്ചരിക്കാൻ അവസരമൊരുക്കുന്നു. ലാറ്റിൻ അമേരിക്കയിലെ പുരാതന ജനവിഭാഗമായ ആസ്ടെക്കുകൾ ഇന്നത്തെ ഏത് രാജ്യത്താണ്? മെക്സിക്കോ. മെക്സിക്കോയുടെ മധ്യഭാഗത്ത് ആസ്ഥാനമാക്കിയിരുന്ന ഒരു പ്രബലമായ മെസോ അമേരിക്കൻ സംസ്കാരമായിരുന്നു ആസ്ടെക്. അവരുടെ തലസ്ഥാനമായ ടെനോച്ചിറ്റ്ലാൻ ഇന്നത്തെ മെക്സിക്കോ സിറ്റിയുടെ സ്ഥലത്താണ് സ്ഥിതി ചെയ്തിരുന്നത്. 1977-ൽ രൂപവൽക്കരിച്ച ജനതാ പാർട്ടിയുടെ ആദ്യ അധ്യക്ഷൻ ആരാണ്? മൊറാർജി ദേശായി. 1977-ൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം പ്രതിപക്ഷ പാർട്ടികൾ ചേർന്ന് രൂപീകരിച്ച പാർട്ടിയാണ് ജനതാ പാർട്ടി. മൊറാർജി ദേശായിയായിരുന്നു പാർട്ടിയുടെ ആദ്യത്തെ അധ്യക്ഷൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓഡിറ്റോറിയമായ ശ്രീ ഷൺമുഖാനന്ദ ഹാൾ എവിടെയാണ്? മുംബൈ. മുംബൈയിലെ പ്രധാന സാംസ്കാരിക കേന്ദ്രങ്ങളിലൊന്നാണ് ശ്രീ ഷൺമുഖാനന്ദ ചന്ദ്രശേഖരേന്ദ്ര സരസ്വതി ഓഡിറ്റോറിയം. സംഗീത കച്ചേരികൾ, നാടകങ്ങൾ, മറ്റ് കലാപരിപാടികൾ എന്നിവയ്ക്ക് ഇത് വേദിയാകാറുണ്ട്. ഔറംഗസേബ് ധർമ്മദ് യുദ്ധത്തിൽ ജസ്വന്ത് സിംഗിന്റെ നേതൃത്വത്തിലുള്ള ദാരാ ഷിക്കോയുടെ സൈന്യത്തെ തോൽപ്പിച്ച വർഷം ഏതാണ്? 1658. 1658 ഏപ്രിൽ 15 നടന്ന ധർമ്മദ് യുദ്ധം മുഗൾ സാമ്രാജ്യത്തിലെ പിന്തുടർച്ചാവകാശ യുദ്ധങ്ങളിലൊന്നായിരുന്നു. ഔറംഗസേബിന്റെ സൈന്യം ഷാജഹാന്റെ മൂത്ത പുത്രനായ ദാരാ ഷിക്കോയുടെ സൈന്യത്തെ പരാജയപ്പെടുത്തി. ഇന്ത്യയിലാദ്യമായി വനിതാ മേയർ അധികാരമേറ്റ നഗരം ഏതാണ്? മുംബൈ. 1957-ൽ മുംബൈ നഗരസഭയുടെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട സുലോചന മോഡിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മേയർ. ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സ്ത്രീ പങ്കാളിത്തത്തിന്റെ ഒരു പ്രധാന നാഴികക്കല്ലായിരുന്നു.
1886 മുതൽ 1937 വരെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിരുന്ന രാജ്യം ഏതാണ്? മ്യാൻമർ, ബർമ്മ. 3 ആംഗ്ലോ ബർമീസ് യുദ്ധങ്ങൾക്ക് ശേഷം 1886 ബർമ്മ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായി. പിന്നീട് 1937 ഇത് ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്ന് വേർപെട്ട് ബ്രിട്ടന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായി. ആരുടെ ഉപദേശം അനുസരിച്ചാണ് ഗവർണർ നിയമസഭ പിരിച്ചുവിടുന്നത്? മുഖ്യമന്ത്രിയുടെ. സംസ്ഥാനത്തിന്റെ എക്സിക്യൂട്ടീവ് തലവൻ എന്ന നിലയിൽ ഗവർണർക്ക് നിയമസഭ പിരിച്ചുവിടാനുള്ള അധികാരമുണ്ട്. എന്നാൽ ഈ അധികാരം സാധാരണയായി മുഖ്യമന്ത്രിയുടെയും മന്ത്രിസഭയുടെയും ഉപദേശം അനുസരിച്ചാണ് വിനിയോഗിക്കുന്നത്. ഇന്ത്യയിലാദ്യമായി സർക്കാർ ആഭിമുഖ്യത്തിൽ ചിട്ടി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? കേരളം. കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് (KSFE) ആണ് സർക്കാർ ആഭിമുഖ്യത്തിൽ ചിട്ടി സ്ഥാപനം ആരംഭിച്ചത്. 1969 തൃശൂരിൽ സ്ഥാപിതമായ KSFE ചിട്ടി പോലുള്ള ലഘു സമ്പാദ്യ പദ്ധതികളിലൂടെ ജനങ്ങൾക്ക് ധനസഹായം നൽകുന്നു. മ്യൂസിയം ഓഫ് മോഡേൺ ആർട്ട് (MoMA) ഏത് നഗരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ന്യൂയോർക്ക്. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ആധുനിക കലാമ്യൂസിയങ്ങളിലൊന്നാണ് ന്യൂയോർക്കിലെ മ്യൂസിയം ഓഫ് മോഡേൺ ആർട്ട് (MoMA). 1929 സ്ഥാപിതമായ ഈ മ്യൂസിയത്തിൽ 19-ാം നൂറ്റാണ്ട് മുതൽ ഇന്നുവരെയുള്ള ചിത്രങ്ങൾ, ശില്പങ്ങൾ, ഡിസൈനുകൾ തുടങ്ങിയവയുടെ വലിയ ശേഖരമുണ്ട്. ഏറ്റവും പ്രാചീനമായ മലയാളം ലിപി ഏതാണ്? വട്ടെഴുത്ത്. തെക്കേ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിലും തമിഴ്നാടിന്റെ ചില ഭാഗങ്ങളിലും ഉപയോഗിച്ചിരുന്ന ഒരു പുരാതന ലിപി സമ്പ്രദായമാണ് വട്ടെഴുത്ത്. ഇത് മലയാള ഭാഷയുടെ ആദ്യകാല ലിപികളിൽ ഒന്നാണ്. ധോണി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? പാലക്കാട്. പാലക്കാട് ജില്ലയിലെ ധോണി ഗ്രാമത്തിലാണ് ഈ മനോഹരമായ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. പശ്ചിമഘട്ട മലനിരകളിൽ നിന്നാണ് ധോണി വെള്ളച്ചാട്ടം ഉത്ഭവിക്കുന്നത്. അൾജീരിയ ഏത് രാജ്യത്തിന്റെ കോളനിയായിരുന്നു? ഫ്രാൻസ്. 1830 മുതൽ 1962 വരെ അൾജീരിയ ഫ്രാൻസിന്റെ കോളനിയായിരുന്നു. അൾജീരിയൻ സ്വാതന്ത്ര്യയുദ്ധം 1954 മുതൽ 1962 വരെ ഫ്രാൻസിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നതിൽ കലാശിച്ചു. ഇന്ത്യയിൽ കാപ്പിക്കുരു കൊണ്ടുവന്നത് എവിടെ നിന്നാണ്? സൗദി അറേബ്യ. 17-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ബാബ ബുദാൻ എന്ന സൂഫി സന്യാസിയാണ് യമനിൽ നിന്ന് 7 കാപ്പിക്കുരുകൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്. കർണാടകയിലെ ചിക്കമംഗളൂരിൽ അദ്ദേഹം ഈ കാപ്പിക്കുരുകൾ നട്ടുപിടിപ്പിച്ചു. എൻഡൻ എന്ന മുങ്ങിക്കപ്പൽ ഏത് രാജ്യത്തിന്റേതായിരുന്നു? ജർമ്മനി. 1-ാം ലോകമഹായുദ്ധകാലത്ത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ വരുത്തിയ ഒരു ജർമ്മൻ ക്രൂയിസറായിരുന്നു SMS എൻഡൻ. കൊച്ചി തുറമുഖത്തുവെച്ച് ഇത് ബ്രിട്ടീഷ് സൈന്യവുമായി ഏറ്റുമുട്ടി. ജാത്രി ഏത് സംസ്ഥാനത്തെ ആദിവാസി നൃത്തരൂപമാണ്? ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശിലെ ചമ്പ ജില്ലയിലെ ഗഡ്ഡി ഗോത്രവർഗക്കാർക്കിടയിൽ പ്രചാരത്തിലുള്ള ഒരു പരമ്പരാഗത നൃത്തരൂപമാണ് ജാത്രി. ഇത് ഉത്സവങ്ങളിലും മറ്റു വിശേഷാവസരങ്ങളിലും അവതരിപ്പിക്കുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്ഥലത്ത് നടക്കുന്ന കൃഷി ഏതാണ്? നെല്ല്. ഇന്ത്യയിലെ പ്രധാന ഭക്ഷ്യവിളയും ഏറ്റവും കൂടുതൽ പ്രദേശത്ത് കൃഷി ചെയ്യുന്ന വിളയും നെല്ലാണ്. രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷയിൽ നെൽകൃഷിക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ട് ഗാലറി 1814 സ്ഥാപിതമായത് എവിടെയാണ്? കൊൽക്കത്ത. 1814 സ്ഥാപിതമായ കൽക്കട്ട മ്യൂസിയം, ഇപ്പോൾ ഇന്ത്യൻ മ്യൂസിയം, ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ട് ഗാലറി. ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ മ്യൂസിയങ്ങളിലൊന്നാണ്. സോർബോൺ സർവകലാശാല എവിടെയാണ്? പാരീസ്. ഫ്രാൻസിലെ പാരീസിലുള്ള പ്രശസ്തമായ സർവകലാശാലയാണ് സോർബോൺ യൂണിവേഴ്സിറ്റി. 13-ാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായ ഇത് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള സർവകലാശാലകളിൽ ഒന്നാണ്. ഇൻക സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങൾ കാണുന്ന മാച്ചു പിച്ചു ഏത് രാജ്യത്താണ്? പെറു. പെറുവിലെ ആൻഡിസ് പർവ്വതനിരകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതന ഇൻക നഗരമാണ് മാച്ചു പിച്ചു. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള ഇത് ഇൻക സാമ്രാജ്യത്തിന്റെ വാസ്തുവിദ്യാ വൈദഗ്ധ്യത്തിന്റെ പ്രതീകമാണ്. ഈജിപ്ത് സ്വതന്ത്രമായ വർഷം ഏതാണ്?
1922 1922 ഫെബ്രുവരി 28 ബ്രിട്ടനിൽ നിന്ന് ഈജിപ്തിന് ഭാഗികമായി സ്വാതന്ത്ര്യം ലഭിച്ചു. എന്നിരുന്നാലും ബ്രിട്ടീഷ് സൈനിക സാന്നിധ്യം, സൂയസ് കനാലിന്റെ നിയന്ത്രണം തുടങ്ങിയ ചില മേഖലകളിൽ ബ്രിട്ടൻ സ്വാധീനം നിലനിർത്തി. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് നാസികൾ സ്ഥാപിച്ച ഏറ്റവും വലിയ കോൺസെൻട്രേഷൻ ക്യാമ്പായ ഓഷ്വിറ്റ്സ് ഏത് രാജ്യത്താണ്? പോളണ്ട്. രണ്ടാം ലോകമഹായുദ്ധ സമയത്ത് നാസി ജർമ്മനി പോളണ്ടിൽ സ്ഥാപിച്ച ഏറ്റവും വലിയ കോൺസെൻട്രേഷൻ ഉന്മൂലന ക്യാമ്പായിരുന്നു ഓഷ്വിറ്റ്സ് ബിർകെനോ. ഇവിടെ ദശലക്ഷക്കണക്കിന് ആളുകളെ കൂട്ടക്കൊല ചെയ്തു. കാബിനറ്റിന്റെ സുരക്ഷാ സമിതിയുടെ തലവൻ ആരാണ്? പ്രധാനമന്ത്രി. കാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി (CCS) ആണ് ഇന്ത്യയുടെ പരമോന്നത പ്രതിരോധ, സുരക്ഷാ തീരുമാനങ്ങൾ എടുക്കുന്ന സമിതി. പ്രധാനമന്ത്രിയാണ് ഇതിന്റെ അധ്യക്ഷൻ. ഈജിപ്തിന്റെ ഏഷ്യൻ ഭാഗത്തിന്റെ പേരെന്താണ്? സിനായി പെനിൻസുല, സിനായി ഉപദ്വീപ്. ഈജിപ്തിലെ ഒരു ത്രികോണാകൃതിയിലുള്ള ഉപദ്വീപാണ് സിനായി. കിഴക്ക് ഇസ്രായേലും ഗാസ മുനമ്പും പടിഞ്ഞാറ് സൂയസ് കനാലും അതിരിടുന്ന ഇത് ഈജിപ്തിനെ ഏഷ്യയുമായി ബന്ധിപ്പിക്കുന്നു.